2, 3, 4. എന്തേ ഇന്നും വന്നീല നിന്നോടൊന്നും ചൊല്ലീല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ മണിവെള്ളത്തിലങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ് മണിവെള്ളത്തിലങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ് മുഴുത്തിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് മുഴുത്തിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവി ഓ കളിയാടി പാടാൻ നേരമായി. Hello guys, welcome back to yet another episode of Old School Podcast. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ബ്രോ. അതെ അല്ലാണ്ട് ചന്തു സലീംകുമാറാണ് നമ്മുടെ ഗസ്റ്റ്. അല്ല, നമ്മൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാന്നുള്ള ഒരു ഗസ്റ്റ് അല്ലേ? അത് വളരെ അപൂർവമായി നീലക്കുറിഞ്ഞ് പൂക്കുന്നത് പോലെ കണ്ട ഒരു സംഭവമാണ്. ആക്ച്വലി നമ്മള് നന്നായിട്ട് അറിയാം. നമ്മള് പോഡ്കാസ്റ്റ് കേൾക്കുന്നതാണ്. അല്ല, ഞാൻ ഇത് പണ്ട് ഓഫീസിൽ ഇരുന്നപ്പോഴത്തേക്കാണ് ബ്രോ ഒരുവണ മെസ്സേജ് അയച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എവിടെയാ കണ്ടിട്ടുണ്ട്. അപ്പൊ എവനാണ് പറഞ്ഞത് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമൽ ഇറങ്ങിയ ടൈമില് കുറച്ച് കഴിഞ്ഞപ്പോ ഒരാള് എനിക്ക് മെസ്സേജ് അയച്ചു, ചന്തു സലീംകുമാർ നിങ്ങളെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോഴാണ് നോക്കിയോ ചന്തു സലീംകുമാർ നമ്മളെ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ തിരിച്ച് ഫോളോ ചെയ്ത് അപ്പോഴും മെസ്സേജ് അയച്ച് അപ്പോഴും അതിന് പിന്നെ ഫോളോ ചെയ്തിട്ടില്ലല്ലോ. ഞാനും ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ടേ ഇല്ലായിരുന്നു. നീ ഫോളോ ബ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് അഹങ്കാരം. അല്ല, ഞാൻ ഓഫീസിൽ ഇവര് കളിയാക്കും ചില നമ്മളെ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിയാക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ കളിയാക്കുന്ന മെസ്സേജ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ട്രിവാൻഡ്രത്തുനിന്ന് തിരിച്ച് അങ്ങോട്ട് നാട്ടിലേക്ക് വണ്ടി പിടിച്ച് പോകുമ്പോഴൊക്കെ പോഡ്കാസ്റ്റ് ആയിരുന്നു കേട്ടുകൊണ്ടിരുന്നത് ഉറങ്ങാതിരിക്കാൻ. ആകെ ആശ്വാസം നമ്മളെ. അതെ അല്ല, എനിക്ക് നിങ്ങളെ ആ ഒരു വൈബിൾ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും. അപ്പൊ അത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളായിട്ടാ. അല്ലെങ്കിൽ എനിക്ക് മറ്റേ വട്ടം കൂടി ഇരുന്ന് മറ്റേ ഇൻഫർമേഷൻ പറഞ്ഞിട്ട് തിയറി ഇല്ല, എന്ത് തിയറി, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. പെട്ടെന്ന് തിയറി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ നമുക്ക് അത് താല്പര്യമില്ല തോന്നുന്നു. നമുക്ക് അതിനുള്ള കഴിവില്ല. എനിക്ക് കോൺസ്പിറസി പറയാൻ വലിയതൊന്നുമില്ല. എനിക്ക് നടക്കാതെ എന്തോ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ മറ്റേ കുറ്റം പറയില്ലേ, അതുപോലെയൊക്കെ ശ്രീകാന്ത് ഇലുമിനാന്റിയോ അതെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ പറ്റി ഓരോന്ന് പറയാം, അത്രേ ഉള്ളൂ. അല്ല, നമ്മളും എനിക്കൊന്ന് കുറെ നാളായി ഒരു ഗസ്റ്റ് വന്ന് നമ്മൾ പറഞ്ഞിട്ട് കുറെ നാളായി. അപ്പൊ ചിലപ്പോൾ ചെറിയ ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതെ 2 വർഷത്തോളമായി നമ്മൾ ഗസ്റ്റിനെ ഒന്ന് അഭിമുഖീകരിച്ചിട്ട്. അതെ, പക്ഷെ അഖിലാസ് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ പറഞ്ഞില്ല ഗസ്റ്റ് ഇങ്ങനെ പോകാണെന്ന് പറഞ്ഞപ്പോ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ വിളമ്പേണ്ട ആവശ്യമുണ്ടോ, പറയേണ്ട ആവശ്യമുണ്ടോ? ദാസന് പതിവല്ലേ കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ടുണ്ടല്ലേ ദാസൻ? പണ്ടത്തെ കാര്യം കുറച്ചുകൂടി സംസാരിച്ചു തുടങ്ങി. അതെ, മാറ്റമുണ്ട്, നല്ല വ്യത്യാസം. ഗസ്റ്റ് വരുമ്പോ സംസാരിക്കില്ലായിരുന്നല്ലോ, അധികം സംസാരിക്കില്ലായിരുന്നു പണ്ട്. അങ്ങനെ ഒരു ഗസ്റ്റ് വരുമ്പോ അങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു, കേൾക്കാറുണ്ടായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഒരു ഫിലിമിന്റെ ഒരു ഇതായിട്ട് തിരുവനന്തപുരത്ത് നേരത്തെ ഞാൻ പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു വർഷം അവിടെ എൻലൈറ്റ് IAS സിവിൽ സർവീസിന്റെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വർഷം പഠിക്കാൻ വന്ന വിവരമൊന്നും ഉണ്ടാവൂല. ത്വര വേണമല്ലോ, നമ്മളാരും ചെയ്തിട്ടില്ല. IAS പഠിക്കണം നമുക്ക് അച്ഛന്റെ നിർബന്ധമൊന്നുമല്ല, ഞാൻ തന്നെ പോയി ചേർന്ന. അല്ല, അച്ഛൻ എന്തായാലും ഇല്ല, അതെ, അതെനിക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക്. സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു, അതിന്റെ പുറത്താണ് IAS പഠിച്ചിട്ട് പെട്ടെന്ന് അവളുടെ വീട്ടില് സമ്മതിച്ച് കല്യാണം കഴിക്കുക എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവല്ലോ ആ ഒരു പ്രായത്തില്. നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ട് വേണം കല്യാണ കാര്യം. അതിലാണ് ഞാൻ IAS പഠിക്കാൻ പോകുന്നത്. ഇല്ല, അത് വേറെ ഒരുപാട് കാരണങ്ങൾ അങ്ങനെ നടന്നില്ല. IAS അല്ല, IAS അത് അങ്ങനെ IAS അവിടെ ഉപേക്ഷിച്ച് ഞാൻ അവിടെ ചെന്ന് പഠിച്ചു തുടങ്ങി.
ഫസ്റ്റ് എക്സാം പ്രിലിംസ് ഒക്കെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിന് ഭയങ്കരമായിട്ടുള്ള ഡെഡിക്കേഷൻ വേണം. ഇത്ര സമയത്തിന് ഇത്ര പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് പഠിക്കണ്ട. എനിക്കത് അങ്ങനെ പാടാം. എനിക്കൊരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് സെറ്റ് ആയിട്ട് പോകും. പക്ഷെ ട്രാക്കിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതെന്റെ ജോലിയല്ല. അതിനുശേഷം സിനിമ, അതിനുശേഷമല്ല, അതിനു മുമ്പ് സിനിമയായിരുന്നു. പക്ഷെ ഇത് അപ്പൊ സിനിമയില് പെട്ടെന്ന് ഇപ്പൊ വന്ന് കുറച്ചു കാലം എടുക്കും, ഒരു 5 വർഷം കൂടെ എടുക്കും ഒന്ന് സെറ്റിലായി ഒന്ന് ഇതായി വരാനായിട്ട്. വീട്ടിലെങ്ങനെയാണ് സിനിമ? വീട്ടിലെ അച്ഛന് ഞാൻ IAS സിവിൽ സർവീസ് പഠിക്കാൻ പോകും, അതൊക്കെയായിരുന്നു പുള്ളിയുടെ ഒരു. അല്ല, പുള്ളി ഇന്റർവ്യൂവിലും പറഞ്ഞു മക്കളെ സിനിമയ്ക്ക് വന്നത് അത്ര താല്പര്യം കാണിച്ചിട്ടില്ല. അല്ല, അത് ഓരോ പാരന്റ്സിന് ഓരോ ഇതുണ്ടാവുമല്ലോ. ചെറുപ്പത്തിലെ ഒരു സിനിമ അങ്ങനെ ആയിരിക്കുമല്ലോ. ജനിക്കുമ്പോഴേ കാണുന്ന ആൾക്കാർ ഇത് തന്നെ. വീട്ടില് ഡെയിലി വരുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ അവരൊക്കെയായിരുന്നു എന്റെ ഫ്രണ്ട്സ്. അങ്ങനത്തെ പിന്നെ എനിക്ക് അച്ഛന്റെ കൂട്ടുകാരായിരുന്നു എന്റെ ഫ്രണ്ട്സ്. എനിക്കെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്, അതാണ് എന്റെ ലൈഫ് കോർ ഗ്രൂപ്പ്. അതാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ വലിയ വലിയ പ്രായമുള്ള ആൾക്കാർ, എന്നെക്കാളും 20 വയസ്സ് 30 വയസ്സ് മൂത്ത ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് പേര്. അല്ല, നിങ്ങൾ ചെറുപ്പക്കാരല്ലേ? ചെറുപ്പക്കാരല്ലേ? അല്ല ബ്രോ, അപ്പം അച്ഛൻ കൊച്ചിലേക്ക് വീട്ടിൽ വന്നിട്ട് അപ്പം റിഹേഴ്സലൊക്കെ ചെയ്യും, അങ്ങനെ വല്ലതൊക്കെ ഉണ്ട്? എനിക്കൊരു ഡൗട്ടാണ്. വീട്ടിൽ വരുമ്പോ ഒരു ഡയലോഗെല്ലാം പഠിക്കുമോ? അച്ഛനാ? ഇല്ല, അച്ഛൻ ഒരു ദിവസം 4 സിനിമയൊക്കെ ചെയ്യുന്ന ആളാ. അപ്പൊ അവിടെ വെച്ച് തീർന്നിട്ട് പിന്നെ വീട്ടിൽ വന്നാൽ വീട്ടിലെ കാര്യം തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും? അങ്ങനെയല്ല, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവരുടെ വർക്കിംഗ് ഇതൊക്കെ. അതായത് അച്ഛൻ രാവിലെ എഴുന്നേറ്റ് ഒരു സിനിമയ്ക്ക്, അതായത് സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് ചിലപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് വേറെ സിനിമയിൽ അഭിനയിക്കും. ഉച്ചയ്ക്ക് പോയിട്ട് വേറെ സിനിമയിൽ അഭിനയിക്കും. വേറെ ക്യാരക്ടർ ആയിരിക്കുമല്ലോ. അത് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഇന്ന ലൈറ്റിൽ ഷൂട്ട് ചെയ്യേണ്ടതുണ്ടാവും, അവിടെ പോയിട്ട് അത് അഭിനയിക്കും. അതുകൊണ്ട് രാത്രി നൈറ്റ് ഷൂട്ട് വേറെ സിനിമയിൽ അഭിനയിക്കും. അങ്ങനെ 4 സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാ. അവര് വന്ന് രാത്രി ഇരുന്നിട്ട് ഡയലോഗ് കാണാൻ അങ്ങനെ പഴയ കുറെ ഇംപ്രവൈസ് ചെയ്യുമായിരുന്നു. അത് അവരുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. പിന്നെ അവര് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഈ ഡയലോഗ് കാണാപ്പടം പഠിക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം അവര് 2.5 മണിക്കൂറൊക്കെ സ്കിറ്റുകളൊക്കെ, നാടകം സ്കിറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് 2.5 മണിക്കൂർ പഠിച്ചു വെച്ചേക്കുന്ന ആൾക്കാർ. അവർക്ക് ഒരു മിനിറ്റ് ഡയലോഗ് പഠിക്കാനായിട്ട് വലിയ സംഭവമല്ല. അങ്ങനെ അത് അങ്ങനത്തെ ഇതുണ്ട്. നമ്മളിപ്പോ ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്, ഇപ്പം സലിംകുമാറേടെ കുറെ ഡയലോഗ്സ് ഒക്കെ മിക്കത് ഇംപ്രവൈസ് ചെയ്തിട്ട് പുള്ളി തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി കുറെ. അങ്ങനത്തെ ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഇവര് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. ഷാഫി അങ്കിളൊക്കെ ഇരുന്ന സമയത്ത് ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അങ്ങനത്തെ ബെന്നി അങ്കിൾ, ഷാഫി അങ്കിൾ, അങ്ങനത്തെ റാഫി മെക്കാട്ടിൻ, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. അവരൊക്കെ ഇരുന്ന സമയത്ത് ലാൽ ജോസ് അങ്കിളാണെങ്കിലും എല്ലാവരും അങ്ങനെ ഓരോരുത്തർ എല്ലാവരും. റാഫി മെക്കാട്ടിന്റെ പടത്തിലെ ഞാൻ ഫസ്റ്റ് വരുന്നത് ലവിൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ട്. ലവിൻ സിംഗപ്പൂർ മമ്മൂക്കയുടെ പഴയ പടം. അച്ഛന്റെ ചെറുപ്പം ചെയ്തേക്കുന്നത്. പിന്നെ മാലിക്കിലും ചെറുപ്പം ചെയ്തു. അപ്പം കൊച്ചിയിലായിരുന്നപ്പോഴേ ഈ സെറ്റിലൊക്കെ പോകുമായിരുന്നോ അച്ഛന്റെ കൂടെ? ഞാൻ അങ്ങനെ വളരെ വിരളമായിട്ടുള്ള സെറ്റുകളിൽ പോയിട്ടുള്ളൂ. ഞാൻ പുലിവാൽ കല്യാണത്തിന്റെ സെറ്റിൽ പോയിട്ടുണ്ട്, തൊമ്മനമക്കളുടെ സെറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ അത് ഇതൊക്കെ തന്നെ ഉള്ളു തോന്നുന്നു. പുലിവാൽ കല്യാണം, തൊമ്മനമക്കളും. ആ ടൈമൊക്കെ പീക്ക് ടൈം അല്ലേ? പീക്ക് ടൈമില് ബ്രോയ്ക്ക് എത്ര പ്രായമൊന്നും എനിക്ക് ഓർമ്മയില്ല. സ്കൂളിൽ തന്നെ ചെറുപ്പം. തൊമ്മനമക്കളെ രാജാക്കണ്ണ തൊമ്മനമക്കളുടെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുന്നത്. മറ്റേതില് അത് മറ്റേ പാട്ടില്ലേ, ഒരു മഴയത്തൊരു പാട്ടില്ലേ, അത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പോയേക്കണേ. പുലിവാൽ കല്യാണം. അപ്പൊ ഈ കൊച്ചിയിൽ എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? സ്കൂളിലോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ഞാൻ നാടകമൊക്കെ ചെയ്യായിരുന്നു. സ്കൂളില്. കോളേജിലേക്ക് വന്നപ്പോഴത് അവിടെ ഞങ്ങളുടെ കോളേജ്, ഞാൻ പഠിച്ച കോളേജ് അമൃത, അവിടെ അങ്ങനെ ഒരു നാടകം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നാടകം മാക്ബത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ അല്ലാതെ അവിടെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ഇംഗ്ലീഷ് മാക്ബത്ത് ഇംഗ്ലീഷില്. പക്ഷെ മറ്റേ സ്കൂളിൽ ഞാൻ മലയാളം ഡ്രാമ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു ഡയറക്ടർ ഉണ്ട്, നാടകം ഡയറക്ട് ചെയ്ത പുള്ളി, പ്രദീപ് റോയ് എന്ന് പറഞ്ഞിട്ട്. അത് പുള്ളി നാടകത്തിലെ ഭയങ്കര ഒരു വലിയ ഡയറക്ടറാണ്. പുള്ളി ഡയറക്ട് ചെയ്തൊരു നാടകം ഞങ്ങളുടെ സ്കൂളിൽ നമ്മള് ചെയ്തായിരുന്നു. അങ്ങനെ നാടകമൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് നാടകം ഡയലോഗുകൾ കാണാപ്പാടം പഠിക്കണം. പിന്നെ നമ്മള് അന്നേ ഒരു പാഷനേറ്റ് ആക്ടിങ്ങിനോട്, എനിക്ക് സിനിമയോട് തന്നെ ഭയങ്കര കാരണം ഞാനിതാ കാണുന്നത്, ഞാനിതാണ് കേൾക്കുന്നത്, എന്റെ ചുറ്റുമുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. അവിടെ വേറെ പോകാൻ എനിക്ക് പറ്റില്ല. അത് ഭയങ്കര പണിയായിരിക്കും. അത് സിനിമയിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫീൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് ഡയറക്ഷൻ ഭയങ്കര താല്പര്യം, എഴുത്ത് എനിക്ക് ഭയങ്കര താല്പര്യം.
എഴുത്ത്. ബ്രോ ഇപ്പൊ ചെയ്യണത് അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. എഴുതിയിട്ടുണ്ടോ? ഞാൻ എഴുതി വെക്കും. നമ്മള് എഴുതി വെച്ചിട്ടുണ്ട് കാലങ്ങളാ. പിന്നെ നമുക്ക് ഓരോ സംഭവങ്ങൾ എഴുതി വെച്ച് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് പിച്ച് ചെയ്യണം. അങ്ങനെ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞുമലിന് ശേഷമാണെങ്കിലും അതിനു മുമ്പ് വരെ ഞാൻ പഠിക്കായിരുന്നു. അതിനുശേഷം കുറച്ചാൾ പഠിക്കായിരുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര പഠിക്കാൻ പോകുന്ന ആളെന്ന് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത്ര ഭയങ്കര തിരക്കുള്ള ആളൊന്നുമല്ല. എന്നാലും നമുക്കൊരു എഴുതാനൊക്കെ നമുക്ക് ഫ്രീ ടൈം കിട്ടണം. ഫ്രീ ടൈമും നമുക്ക് അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനത്തെ ആയിരിക്കണം. അങ്ങനെയല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഞാൻ എഡി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഈ ജനുവരി തൊട്ടാണ് എഡി ആയിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് എഴുതാനായിട്ട് ഓരോ സമയങ്ങൾ ഇങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു. ഈ ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ആകുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ കൂടെ ഉള്ള ലേഡീസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, അച്ഛൻ്റെ അടുത്ത് നമ്മൾ വിളിച്ചു പറയും, ഫോണിൽ വിളിച്ചു പറയും. ഞാൻ അവിടെ അല്ല താമസം, വേറെ സ്ഥലം. നമുക്ക് ലേഡീസിന്റെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരു അപ്രീഷിയേറ്റ് ചെയ്യോ അതോ എന്താ അതായത് എന്നെ വളർത്തിക്കൊണ്ടുവന്നൊരു രീതി ഉണ്ട്. അതായത് നമ്മളെല്ലാം ഇതിപ്പോ ഞാൻ ഭയങ്കര ഒരു കാശുകാരനെ മുന്നാടി ചോദിച്ച ആളല്ല. കാരണം അച്ഛൻ ഭയങ്കര കാശുകാരനായിരുന്നില്ല. പുള്ളിക്ക് താല്പര്യം കൃഷി. പുള്ളി അവന്റെ ബിൽഡിംഗ് ഫ്ലാറ്റ് വാങ്ങിച്ചിടല്, സ്ഥലം വാങ്ങിച്ചിട്ട് പറിച്ചു വെക്കല്, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പുള്ളി സ്ഥലം വാങ്ങിച്ചിടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മീൻ കൃഷിക്ക്, അല്ലെങ്കിൽ നെൽകൃഷിക്ക്, അങ്ങനെ കൃഷിയാ. പുള്ളിക്ക് എവിടെയൊക്കെ സ്ഥലം ഉണ്ടോ അവിടെയൊക്കെ കൃഷി ഉണ്ടാവും. കൃഷിക്കാരനാണ് മെയിനായിട്ട്, കർഷകനാണ്. വീട്ടിൽ സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പം? അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നും പറയാൻ പറ്റൊന്നുമില്ല. എന്നാലും അതായത് പുള്ളിക്ക് അതായത് എന്റെ അച്ഛൻ വളർത്തിയത് രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളാണല്ലോ, അവര് നല്ല രീതിയിൽ വളർന്നോളും എന്നുള്ളൊരു സംഭവമുണ്ട്. അല്ലെങ്കിൽ പുള്ളി എല്ലാത്തിനും എനിക്കിപ്പോൾ ഓർമ്മ, ഞാൻ സച്ചിൻ റിട്ടേൺ ദിവസമല്ലേ, സച്ചിൻ നമ്മുടെ റിട്ടേൺ ദിവസം അന്ന് ഞങ്ങൾക്കൊരു ട്യൂഷൻ ക്ലാസ് ഉണ്ട്. രഞ്ജൻ അബ്രഹാം എന്ന് പറഞ്ഞ ട്യൂഷൻ സാറുണ്ട്. അപ്പൊ പുള്ളിയുടെ ക്ലാസ്സിൽ നമ്മൾ പോകണം നിർബന്ധമായിട്ട്. ട്യൂഷൻ ക്ലാസ് വൈകുന്നേരം നമ്മുടെ എല്ലാ പിള്ളേരും ഉണ്ട്, അതായത് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പിള്ളേരുണ്ടാവും. അങ്ങനത്തെ ഒരു ട്യൂഷൻ സെന്ററാ. പുള്ളി എന്റെ അച്ഛനെ പഠിപ്പിച്ചിട്ടുണ്ട്. ലെഗസി. അപ്പൊ പുള്ളിയെ പറയുകയും ചെയ്യും, നിന്റെയൊക്കെ തന്തേ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അവൻ എന്നെ കണ്ട മുള്ളും എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറയുന്ന ആളാ. എന്നോടല്ല, എല്ലാവരോടും. അപ്പൊ കാരണം എല്ലാവരുടെ അച്ഛന്മാരെ അമ്മമാരെ പഠിപ്പിച്ചിട്ടുണ്ടാവും പുള്ളി. കാരണം പുള്ളിയാണ് അവിടുത്തെ ഫസ്റ്റ് മാത്സിന്റെ എന്തോ റാങ്ക് ഒക്കെ വാങ്ങിക്കുന്ന ഒരാള്. അവിടെ ട്യൂഷന് പോയിരുന്നത്. അവിടെ ട്യൂഷന് ചെന്ന് ഈ സച്ചിൻ റിട്ടേൺ ദിവസം നമുക്കിത് കളി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. കരയണ ദിവസമാണ്. അന്നത് ഞങ്ങൾ കട്ട് ചെയ്ത്, അന്നല്ല എല്ലാവരും കട്ട് ചെയ്തിട്ടുണ്ട്, അന്ന് പിടിച്ചു. അന്ന് നമ്മള് പിടിച്ച് വൈകിട്ട് നമ്മള് സച്ചിൻ റിട്ടയർ ആവണൊക്കെ കണ്ട് നമ്മുടെ അവിടെ അംബേദ്കർ പാർക്കൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് ചായ ഒക്കെ കുടിച്ച് തിരിച്ചിങ്ങനെ വരുമ്പോഴേക്കും ഒരു വണ്ടി കിടക്കും അവിടെ. ഇതെനിക്കുള്ള ലോക്കാ, നിങ്ങൾ നോക്കോ എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് ചെന്ന് പയ്യെ വണ്ടിയിൽ കയറി ഇരുന്നു. അമ്മ വന്ന് ഇടിച്ചെന്ന് ചീത്ത പറിച്ചില്ല, മറ്റേ പറിച്ചൊക്കെ. അച്ഛനെങ്ങനെ ഒരു ക്ലാസ് അല്ലേ കട്ട് ചെയ്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും അതായത് അച്ഛനങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കല്ല. എല്ലാവർക്കും എവറസ്റ്റ് കീഴടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്റെ മോന് ക്ലാസ്സിൽ കയറാനും പറ്റില്ല എന്നുള്ള രീതി, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ അങ്ങനെ പുള്ളി പുള്ളി പറയും അത് സച്ചിനൊക്കെ റിട്ടയർ ആണല്ലോ, കുഴപ്പമില്ല എന്നത് ക്ഷമിച്ചേക്കുന്നുള്ള രീതിയിൽ. അത് പുള്ളിക്ക് അങ്ങനെ ഒരു ഇങ്ങനെ വളരണം, എന്റെ മക്കൾ ഇങ്ങനെ വളരണം. പുള്ളിക്ക് സിനിമയിലേക്ക് വരരുതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് അത് പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂല്, അതായത് ഇപ്പൊ എല്ലാവരുടെയും ഇപ്പൊ എന്താന്ന് വെച്ചാ അത് ഓരോ ഏരിയാസ് ഉണ്ടല്ലോ. പുള്ളി ഇതിന്റെ എല്ലാ ഗ്രേ ഷെയ്ഡും കണ്ടിട്ടുള്ള, സിനിമക്ക് ഗുഡ് സൈഡും ഉണ്ട് ബാഡ് സൈഡും ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ഗ്രേ ഷെയ്ഡ് മൊത്തം കണ്ടിട്ടുള്ള ആളാണ് എന്റെ അച്ഛൻ. അപ്പൊ അയാൾക്ക് അറിയാം എവിടെയൊക്കെ എന്തൊക്കെ ആണ്, അത് പോവാനുള്ള വഴികളുടെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. അങ്ങനെ പുള്ളിക്ക് അതൊന്നും ഡീൽ ചെയ്യാനുള്ള ഇതില്ല. ഇപ്പൊ എന്നെ ഒരു വഴി കയറ്റി വിട്ടിട്ട് അങ്ങനെ അങ്ങ് പോയിട്ട് ആ വഴി അവൻ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ദൂരം പോകില്ലടാ, ആ ഒരു മൂടാ. എന്നുവെച്ചാ എനിക്ക് ആ ഒരു ഇതാ, എനിക്ക് ഒരിക്കലും അച്ഛൻ്റെ ഒരു ലെഗസി പിടിച്ചിട്ട് പോണെന്ന് ആഗ്രഹമില്ല. കാരണം പോയാൽ എത്രത്തോളം പോകും. പക്ഷെ അതൊരു ഇതായിട്ടൊരു കമ്പാരിസൺ എപ്പോഴും വരും. സച്ചിന്റെ മോന് എപ്പോഴും നമ്മള് പുള്ളിയാണ് ഇതിലോട്ട് ഇറങ്ങിയത്. അപ്പം സച്ചിൻ ഡോക്യുമെന്ററിയിൽ തന്നെ പറയും, പുള്ളിയെ മോനെ ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യിച്ചത് ഈ ആ ഒരു നെഗറ്റീവ് സംഭവം എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ്, ആ ഒരു പ്രഷർ. അപ്പം അത് പക്ഷെ ആ ഒരു കമ്പാരിസൺ വരൂലേ ഇപ്പൊ ഒരു സിനിമയിലൊക്കെ? ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ നമ്മള് കമ്പയർ ചെയ്യുന്നതും അത് ചെയ്യുന്നൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇത് ഞാനിത് അറിഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചതാ. അറിഞ്ഞുകൊണ്ട് ഞാൻ ദാസനെ നോക്കാത്തോണ്ട് വിഷമം അവനോട് പറഞ്ഞു. അതങ്ങനെ.
അപ്പൊ നമ്മൾ ചോദിച്ചത് ആ ഒരു കമന്റ്, അതായത് ഈ സലീം കുമാറിന്റെ മകൻ എന്നുള്ളൊരു സാധനം. അപ്പൊ അത് നമ്മളിങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ തയ്യാറായിരിക്കണം. ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മള് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായിരിക്കണം. അതിൽ നമുക്ക് വിഷമം വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ പണ്ടത്തെ കാട്ടിയും ഇപ്പൊ പ്രഷറും കൂടുതലാണ് സോഷ്യൽ മീഡിയയിലും. അല്ല അതെന്ന് വെച്ചാ അത് അവർക്കൊരു ഇപ്പൊ പറയുന്ന എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മള് ചിലപ്പോ ഇപ്പൊ എനിക്ക് മറ്റേ ആര്യൻ ഖാൻ ഇല്ലേ, ഷാറുഖ് ഖാൻ, അയാളോട് ഭയങ്കര അസൂയ. ഷാറുഖ് ഖാന്റെ മോനായതുകൊണ്ടല്ലോ വലിയ സംഭവമായിട്ട് ഇങ്ങനെ മറ്റേ നെറ്റ്ഫ്ലിക്സ് പടം എടുക്കുന്നു, അതെടുക്കുന്നു, മറ്റെടുക്കുന്നു. അത് അത്രല്ലേ ഉള്ളൂ. അതെനിക്കുണ്ടാവും. അതേപോലെ സാധാരണക്കാരനുണ്ടാവും. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു സ്റ്റാർ കിഡിന്റെ ഇല്ല, ഇത് ഇത്ര രൂപയേ ഉള്ളൂ, ഈ തട്ടുകട ഞാൻ ആലോചിച്ചു ഇങ്ങോട്ടൊന്നും പറഞ്ഞു 100 രൂപയേ ഉള്ളൂ. ശാസ്തമംഗലത്ത് ഒരു തട്ടുകട ഉണ്ട്, അവിടെ ആകുമ്പോൾ രാത്രി ഒരു ഹോട്ടലുണ്ട്, രാത്രി ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഫുഡൊക്കെ രാവിലെ ചൂടായി കിട്ടി. എനിക്ക് ആള് മാറിയോ? അത് തിരുവനന്തപുരത്ത് ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു. അതിപ്പോഴും ഞാൻ രാത്രിയിലത്തെ ഫുഡ് രാവിലെ ചൂടാക്കി തിന്നും. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കേരള ഫുഡ്, അതായത് അപ്പം, ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ അതിനോട് വലിയ താല്പര്യമില്ല. പുട്ട്, നോൺ വെജിനോടാണ് താല്പര്യം. മീൻകറി എന്തായാലും കിട്ടണം. അങ്ങനത്തെ ഒക്കെ കുറച്ച് പരിപാടി ഉണ്ട്. നമ്മളെവിടെ പറഞ്ഞത് ഇപ്പൊ ഈ ആക്ട് ചെയ്യുമ്പോ ഇപ്പം സലീം കുമാർ എന്ന് പറഞ്ഞ ഒരു ലെജൻഡറി ആക്ടറാണ്. കാട്ടച്ചളിയൊക്കെ ആണെങ്കിൽ സെറ്റ് ആക്കും. പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം. തന്നെ ഒരുപാട് ഞാനത് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്നത് ഭയങ്കര വേറെ മോശമായി പോകുന്നുള്ള സാധനം അതൊന്നും എനിക്ക് കത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനത് ഈ ആളെ ഈ മനുഷ്യനെ സ്ഥിരം കാണുന്നതാ. എനിക്ക് ഇതിനോട് വലിയ പുള്ളിയുടെ പരിപാടികളോട് എനിക്ക് വലിയ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഞാനൊരു റീല് കണ്ടപ്പോ ഏതൊരു മറ്റേ വെള്ളി നക്ഷത്രത്തെ നായികയില്ലേ, ആ നായികയോട് പറയുന്ന ഒരു ഡയലോഗ്, എന്തില്ലാത്തൊരു കുളം ഇറക്ക് എറണാകുളം എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ്, അങ്ങനത്തെ സാധനമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ എങ്ങനെ ഇയാള് പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട് തോന്നി. കാരണം ഒരിക്കലും വേറെ ആള് പറഞ്ഞിട്ട് അയ്യോ എന്നുള്ള സാധനം പറയും. പക്ഷെ ഞാൻ പുള്ളി പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു. തമിഴ്നാട്ടിലൊക്കെ ഞാൻ ചിലപ്പോ പറയട്ടെ ഇൻഫോസിന്റെ ആരംഭം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പട്ടിപ്പടങ്ങളുണ്ട്, നമുക്കത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിലും ചില പുള്ളിയുടെ ഒരു ഇത് കാണും, അത് ഭയങ്കര രസമായിരിക്കും. ചാക്കോ, KT സഞ്ജീറൊക്കെ അതൊക്കെ അത് എനിക്ക് എനിക്ക് ആക്ച്വലി എനിക്കൊരു പടം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര പ്രശ്നമാണ് അതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് നടക്കുമെന്ന് തോന്നാറുള്ള ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് അവർ പറയുമ്പോൾ എനിക്കത് മനസ്സിലായിട്ട് അതിന് ചെയ്ത് ഒരിക്കലും അത് ശരി നല്ലാവില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഇത് സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര മോശമാണെങ്കിലും നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് ഇത് ചെയ്താൽ ഭയങ്കര ബോറായിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാനത് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജഗതി ചേട്ടനെ കണ്ടുപിടിക്കടാ, പുള്ളി ഏത് ഊളപ്പടമാണെങ്കിലും പുള്ളി മാക്സിമം നടിയാൻ നോക്കും. അങ്ങനെ ചിന്തിച്ചു പോയാൽ മതി. ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോഴേക്കും നമ്മുടെ പോർഷൻ മര്യാദക്കൊന്ന് ചെയ്ത് നോക്കാം. അതിപ്പോ ക്യാരക്ടർ അങ്ങനെ എഴുതിയേക്കണെങ്കിൽ അത് വഴിതിരിഞ്ഞ് വരും, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വരും കറക്റ്റ് ആയിട്ട്. അപ്പൊ അത് നോക്കാം. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യുന്നത് ജഗതി ചേട്ടനെ കണ്ടുപിടിക്കും. അതായത് പോവാ, ചെല്ലുക, നിങ്ങളുടെ പോർഷൻ എന്താണോ അത് അഭിനയിക്കാൻ പോരാ. അതിന്റെ ബാക്ക് ഫയർ ചെയ്യുന്ന പരിപാടികളൊന്നും നോക്കണ്ട. ഇവിടെ ഒരു ലോങ് റണ്ണിനാണ് വന്നേക്കുന്നതെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഭയങ്കര സെലക്ടഡ് ആയിട്ട് ഒരു പടങ്ങൾ എടുത്ത് മറ്റെടുത്ത് അങ്ങനെയൊക്കെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് റൺ ചിലപ്പോൾ കിട്ടുള്ളായിരിക്കും. പെട്ടെന്ന് ആൾക്കാർക്ക് ഇങ്ങനെ മടുക്കും. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരും. എന്തായാലും ചെയ്യും, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് നോക്കാം. അങ്ങനെ നോക്കിയാൽ മതി. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആദ്യം ആൾക്കാർ ഇത് അറിയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നന്നായി കഴിഞ്ഞാൽ അപ്പൊ നന്നായി പറയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മറ്റേതാണ് എടുത്ത് പൊക്കി തലയിൽ വെക്കും, പിന്നെ അത് ഇതായിടും, പിന്നെ പൊക്കി വെക്കും. അതങ്ങനെ നടക്കും. ഇതൊരു സൈക്കിൾ പരിപാടിയായിട്ട് ഇങ്ങനെ പൊക്കോളും എന്നുള്ള രീതിയാ. അതാണ് പുള്ളി ഇങ്ങനെ തന്നേക്കുന്ന ഒരു ഉപദേശം. ഇപ്പൊ പണ്ടത്തെ ആക്ടേഴ്സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം കൊച്ചിൻ ഹനീഫ, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇപ്പൊ അവരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഈ ക്യാരക്ടേഴ്സ് ഇപ്പം മിക്ക സിനിമകളിലും അവരുടെ ഈ ആട്രിബ്യൂട്ട്സോ അല്ല അങ്ങനത്തെ സാധനങ്ങളായിരിക്കും പൊങ്ങി നിൽക്കുന്നത്. അപ്പൊ അവർ ഇറിപ്ലേസബിൾ ആണ്. ഇപ്പോഴത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാരും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ടൈപ്പ്. ഞാനൊരു പടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഒരാൾ വരും, അയാൾക്ക് വേറൊരാൾ വരും, അങ്ങനെ അത് ഈസിലി പറ്റും. അല്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി നമ്മള് പക്ഷെ അതങ്ങനെ പോയിന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാല് അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കറങ്ങി തിരിഞ്ഞൊക്കെ വരും. ഒരു കാലത്ത് മലയാള സിനിമയിൽ ഫുൾ റിയലിസ്റ്റിക് സിനിമകളായിരുന്നു. അപ്പോൾ ഈ മറ്റ് പടങ്ങൾ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള വേറെ പടങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. അതാരും എടുക്കുന്നില്ല. റിയലിസ്റ്റിക് പടങ്ങൾ മാത്രം കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു മലയാളത്തിൽ.
അത് കഴിഞ്ഞിട്ട് കുറെ റിയലിസ്റ്റിക് ആയി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് ഇത് മടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ അപ്പോഴേക്കും കൊമേഴ്ഷ്യൽ പടങ്ങളുടെ അവിടെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ കുറെ പടങ്ങൾ ഹിറ്റായി. പിന്നെ ആക്ഷൻ പടങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ഒരു പാക്ക് ഓഫ് ആക്ഷൻ പടങ്ങൾ മാത്രം വന്നു തുടങ്ങിക്കൊണ്ടിരുന്നു. അതങ്ങനെ സൈക്കിൾ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വരും. പിന്നെ കോമഡി പടങ്ങൾ വരും. പിന്നെ പഴയ സ്ലാപ്സ്റ്റിക് വരും. ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കും ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ നമുക്കൊരു സിനിമയിൽ അങ്ങനെ ഒരു ഇതില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴും കോമഡി പടം തീരെ ഇല്ലെന്ന് തോന്നിയിട്ടില്ലേ? തീരെ ഇല്ലെന്നല്ല, അത് ഇപ്പോഴത്തെ കോമഡി ഡിഫറെന്റ് ആണ്. അതെ, ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കും. ചിലപ്പോ ഇപ്പൊ എന്റെ അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട് പഴയ പോലെ കോമഡി പടങ്ങളില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ചിലപ്പോ അതെന്ന് വെച്ചാൽ ചിലപ്പോ പുള്ളിയുടെ അവരുടെ ടൈപ്പ് ഓഫ് കോമഡി അല്ല. ഏതാ അതായത് പുള്ളിയുടെ ആ സമയത്തുള്ള കോമഡികള് അതൊക്കെ അത് അവരുടെ ആർട്ടിസ്റ്റുകളുടെയും കുറെ ഇതുണ്ട്. അതെ, അവരും പിന്നെ പുതിയ ആൾക്കാരല്ലേ, കുറച്ച് വന്ന് നോക്കട്ടെ. കുറച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോ എങ്ങാനും ഇവരുടെയൊക്കെ തമാശകളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാലോ. അല്ല ബ്രോയുടെ ഇപ്പം പൈങ്കിളിയും കോമഡി അതൊരു വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. അത് സിനിമയിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് റൈറ്റർ രജിത് ചേട്ടൻ ബ്രോ ഇടത് നിനക്ക് പണിയായിരിക്കുള്ളൂ, ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, ചെയ്യാത്. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലല്ലേ എന്തെങ്കിലും ഒരു വെറൈറ്റി ആണ് എല്ലാത്തിലും. പക്ഷെ അത് ബ്രോ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്തില്ല. ആ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധ ചേട്ടനും ശ്രീചേട്ടനും നമ്മളെ ഡയറക്ടർ ശ്രീചേട്ടനും നമ്മളിങ്ങനെ വിട്ടേക്കുക, നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ലാസ്റ്റ് അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പടം. അത് എൻജോയ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അത് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട്. അതെന്ന് വെച്ചാൽ ചിലപ്പോ ആ സിനിമയുടെ ആ സിനിമ കാണാനിരിക്കുന്ന മൂഡായിരിക്കും. ഞാന് ചിലപ്പോ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം ലവ് ആക്ഷൻ ഡ്രാമ. കുറെ ആൾക്കാര് ഭയങ്കര മോശം. അതെ, ഡബിൾ ബാരലൊക്കെ എനിക്ക് ലവ് ആക്ഷൻ ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ചോറിനുമ്പേക്ക് ഇരുന്നിട്ടൊക്കെ ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ കാണും, ചിരിക്കുക. അതങ്ങനെ കാണേണ്ട ചില സിനിമകളൊക്കെ ഉണ്ട്. ചിലപ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നു പൈങ്കിളി ചില കുറച്ച് കഴിയുമ്പോ ചിലപ്പോ പൈങ്കിളി ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കും, അംഗീകരിക്കും. ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന കുറെ കുട്ടികളുണ്ട്. കാരണം എന്നെ കാണുമ്പോ കുട്ടികൾ മഞ്ഞമ്മല്ലകളും പിള്ളേര് റെക്കഗ്നൈസ് ചെയ്യുന്ന പൈങ്കിളി ചേട്ടാ വിളിക്കുന്നത്. അപ്പൊ അത് ബേബി ചേട്ടാന്ന് പറയും. ഞാൻ ഒരുപാട് ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് പിള്ളേരെ കരച്ചിലെടുത്താൻ വേണ്ടി ബേബി സ്റ്റെപ്പ് ഇടാറുണ്ട് ഇപ്പോഴും. അമ്മമാരൊക്കെ ഒന്ന് പറയും മോനെ ബേബി കളിക്കുമ്പോൾ കരച്ചിലെടുത്തോന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ ബേബി പറഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കും പിള്ളേര് കരച്ചിലെടുത്താൻ വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു ഫോളോയിങ് ആ പടത്തിനുണ്ട്, ഒരു ഫോളോയിങ് ഉണ്ട് പടത്തിന്. അങ്ങനെ അത് അത്തരത്തിലുള്ള കോമഡികളൊക്കെ ചിലപ്പോ ഭാവിയിൽ വർക്ക് ആവുമായിരിക്കും. എനിക്കത് കറക്റ്റ് അറിയില്ല. ചിലപ്പോ അച്ഛൻ പറയുന്നതായിരിക്കും കറക്റ്റ് കോമഡികൾ പറയും. പിന്നെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ, ചിലപ്പോ അതിന്റെയും എല്ലാത്തിന്റെയും ഒക്കെ ആയിരിക്കാം. ഓക്കെ. അല്ല ബ്രോയ്ക്ക് ഇപ്പം ഈ സിനിമയിലെ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ ഇനി ചെയ്യണം? അതായത് കോമഡി ആണോ? എനിക്ക് കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്താൽ കൊള്ളാറുണ്ട്. സീരിയസ് ആയിട്ടുള്ള കുറച്ചുകൂടെ ക്യാരക്ടർ, കുറച്ചുകൂടെ ഒരു ഇമോഷണൽ പരിപാടിയുള്ള ക്യാരക്ടർ ചെയ്താൽ കൊള്ളാന്നുണ്ട്. എനിക്ക് ചെയ്യുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ല ഇപ്പൊ അച്ഛൻ ചെയ്തല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? അച്ഛൻ ചെയ്ത ക്യാരക്ടർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പൊ പറ്റില്ല, അച്ചുറാത്തോട് ചെയ്യായിരിക്കും. അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരുത്തിന് ഹേറ്റ് ചെയ്യും. പിന്നെ അബ് വേറെ ടൈപ്പാ, പക്ഷെ അച്ഛനാഥോടാണ് എനിക്കിഷ്ടം. എനിക്ക് അച്ഛനാഥോട് ഭയങ്കര അതിന്റെ ക്ലൈമാക്സ് ഒക്കെ പിന്നെ കാണാൻ നമുക്ക് തോന്നൂല. കോമഡി സിനിമയിൽ ഏതാണ് ഇഷ്ടം? കോമഡി സിനിമ എനിക്ക് മാക്രി ഗോപാലൻ ഭയങ്കര ഇഷ്ടം. ഈ ചട്ടമ്പി നാട്ടില് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അത് കുറെ പരിപാടികളുണ്ട് പുള്ളിക്കാരത് കൗണ്ടറുകളല്ല. ഇത് പുള്ളി പറയുന്ന കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട് പടത്തില്. പുള്ളി ഇങ്ങനെ മറ്റേ മുണ്ട് പുള്ളി മറ്റേ മമ്മൂക്കയുടെ മുമ്പിൽ വന്നിട്ട് പറയൂലേ എന്താ മറ്റേ മുണ്ടടിച്ചിട്ട് അടുത്തത് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. മാക്രി ഗോപാലനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. പിന്നെ എനിക്കൊന്ന് ആ ഒരു സമയത്ത് പുള്ളിയുടെ ഒക്കെ ഒരു കോംബോ ഉണ്ടായിരുന്നു. അതിലാണ് പടം സത്യം പറഞ്ഞ നായകനല്ല ഓടിക്കണം, എവരായിരിക്കും ഓടിക്കണം. അപ്പൊ പുലിവാൽ കല്യാണമൊക്കെ നോക്കുമ്പോഴത്തേക്കും മറ്റേ ഒരു ഇടയ്ക്ക് റീലൊക്കെ ഉണ്ടായിരുന്നത് പോയിട്ട് ടാക്സി ഇറങ്ങുന്നു. മായാവി എന്നെ അതില് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂടാ. ചെറുപ്പത്തില് കാണുമ്പോഴേ ഞാനൊരു മമ്മൂക്ക ഫാനാ. ചെറുപ്പത്തിൽ കാണുമ്പോ ഞാനിങ്ങനെ എല്ലാവരും കൈയടിച്ചിട്ട്
ഭയങ്കര ഇതാണല്ലോ, അച്ഛന് ഭയങ്കര പേരായിരുന്നു മായാവി എന്ന പടം. എല്ലാവരും ഇങ്ങനെ പറയുന്ന, അതായത് ഞാൻ മായാവി കണ്ടിറങ്ങി വന്നപ്പോഴൊക്കെ വീട്ടിലേക്ക് എത്തിയപ്പോഴും അവിടെ കുറച്ച് ആൾക്കാരെ സലീം കുമാർ തകർത്തു, ഹീറോ, മായാവിലെ ഹീറോ എന്ന് പറയാ, മമ്മൂക്കപ്പടം. ഞാൻ ഭയങ്കര മമ്മൂട്ടിക്കാരാ, മമ്മൂക്കപ്പടം. അത് അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ ഇന്ന് മമ്മൂക്കനെ വിളിച്ച് പറഞ്ഞേര്, ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. അവിടെ ഞാൻ മമ്മൂക്കനെ വിളിച്ചു, പടം തകർത്തു എന്നൊക്കെ പറഞ്ഞ്. ഇങ്ങനെ മമ്മൂക്ക അത് പുള്ളിക്ക് അത് എന്നെ ഭയങ്കര കാര്യമാണ്, എനിക്ക് പുള്ളിനെ ഭയങ്കര കാര്യമാണ്. എനിക്ക് ആകെ അറിയാവുന്ന ഒരാള് സിനിമയില്, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് അറിയാവുന്ന ഒരേ ഒരാള് മമ്മൂക്കയാണ്. വേറെ ആരും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതായത് ഇപ്പൊ ദുൽഖർ അങ്ങനത്തെ, പിന്നെ പിള്ളേരിൽ സെറ്റിലേക്ക് വന്നാല് അന്നാബനില്ലേ, അന്ന ചേച്ചി ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ഉള്ളത്. പിന്നെ ജീൻ ചേട്ടനെ അവിടെ ഫംഗ്ഷനുകൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ സ്ഥിരം മെസ്സേജ് അയക്കുന്നതോ അത്ര ആളില്ല. സ്ഥിരം മെസ്സേജ് അയക്കില്ല, പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു സിനിമക്കാരൻ മമ്മൂക്കയാണ്. സിനിമയെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം പറയുന്നത്, ബ്രോയുടെ സിനിമയെ പറ്റി? പുള്ളി ആക്ച്വലി ലോകം കണ്ടിട്ട് പുള്ളിന് മെസ്സേജ് അയച്ചായിരുന്നു. അത് പുള്ളി എനിക്ക് പെട്ടെന്നൊരു മെസ്സേജ്, ഞാൻ ഇങ്ങനെ ലോകം കണ്ടു എന്ന് അറിഞ്ഞപ്പോ ഞാനിങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഞാനിങ്ങനെ ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി MBBS പാസ്സായിട്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഞാൻ എത്ര ആലോചിച്ചിട്ട്, കാരണം ലോകം ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചാളായി, ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കിന്ന് അർത്ഥം മനസ്സിലായി, ഇനി മാറി വെച്ചായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ സൈഡിൽ പറഞ്ഞു, ബായി പടത്തില് ഡോക്ടറല്ലേ? അങ്ങനെ ഓക്കെ ഇപ്പൊ മനസ്സിലായി എനിക്ക് എന്താ പുള്ളി പറഞ്ഞെന്നുള്ള സംഭവം. അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മമ്മൂക്ക അനുഭവമുണ്ട്. അതായത് ഞാൻ ഭയങ്കര കട്ട രജനീകാന്ത് ഫാനാണ്. ഞാൻ പേട്ട കാണാനായിട്ട് വനിതാവിനിതയിൽ പോയി പേട്ട ഷോ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അത് എന്നെ അങ്ങനെ നമുക്ക് വിളിക്കാറൊന്നുമില്ല. അതായത് അങ്ങനത്തെ കൂട്ടുകാരൊന്നുമില്ല ഞങ്ങള് വിളിച്ചിട്ട് വീട്ടിലേക്ക് അങ്ങനെ പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ കൂട്ടുകാരൊന്നുമല്ല. മമ്മൂക്ക ആ സമയത്ത് ഈ അച്ഛൻ എനിക്കൊന്ന് പോക്കിരിരാജല്ല, മറ്റേ രണ്ടാമത്തെ പടമില്ലേ മധുരരാജ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ അതിന്റെ ഷൂട്ട് അടക്കാം. അപ്പൊ അവിടെ അച്ഛനുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു അവൻ വെളുപ്പിന് പോയിട്ടുണ്ട് വളർത്തുന്നപ്പോ. അപ്പൊ മമ്മൂക്ക എന്നെ ഷോ കഴിഞ്ഞ സമയപ്പോഴേക്കും മമ്മൂക്ക വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, പടം വേണ്ടാ? ഞാൻ അത് രജനീകാന്തിന്റെ പടം എങ്ങനെയുണ്ടെന്ന് എന്നോട് മമ്മൂക്ക ചോദിക്കാം. അപ്പൊ എനിക്ക് ഒരു തളപതിയൊക്കെ ഓർമ്മ വരാം. അപ്പൊ അവനെ കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അവനാ അപ്പൊ ഞാൻ പറഞ്ഞു അടിപൊളിയാ മറ്റേ പറിച്ചാന്നൊക്കെ പറയാൻ ഇങ്ങനെ പറഞ്ഞോട്ടില്ല. ഓക്കെ ഹിറ്റാണോ? പടം ഹിറ്റാവോ? കൊള്ളാം, അവനൊരു അടിപൊളിയായിരിക്കും അല്ലേ? ഓക്കെ ഞാൻ കാണാം എന്ന് പറഞ്ഞ് പുള്ളി വെച്ച് അപ്പൊ ഞാനിങ്ങനെ മറ്റേ വേറൊരു മൊമെന്റ് ആയിരുന്നു എനിക്കത്. കാരണം രണ്ടുപേരുടെയും ഭയങ്കര ഫാനായിരുന്നു. ഒരാള് വിളിച്ചിട്ട് മറ്റേ ചോദിക്കാന്ന് പറയുന്നത് എന്റെ റിവ്യൂ കാർത്തിക് സുബ്രാജ് ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ മമ്മൂക്ക പേട്ടതാണ് എന്റെ റിവ്യൂ കണ്ടിട്ടാണ്. അത് പൊളി. വല്ലാത്തൊരു. സ്കൂളിലൊക്കെ എങ്ങനെയാണ്? കൊച്ചിലെ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെയൊക്കെ ഈ സ്റ്റാർ ഫ്ലെക്സ് ചെയ്യും ആൾക്കാരൊക്കെ? അപ്പം ഇല്ല, അത് എനിക്ക്, അതായത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് 1ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ് എനിക്ക്. ഫ്രണ്ട്സ് ഒത്തിരി. പക്ഷെ അതായത് എനിക്കിപ്പോ ബാച്ച് മൊത്തം ഞങ്ങൾ അത്ര വലിയ ഞങ്ങളുടെ സ്കൂൾ തുടങ്ങിയപ്പോ ഭയങ്കര ചെറുതായിരുന്നു. പിന്നെ അത് വലുതായി വന്ന സ്കൂളാണ്. അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് ആ സ്കൂളിന്റെ പ്രാരംഭ തുടക്ക കാലമാണ്. തുടക്കകാലം അതുകൊണ്ട് തന്നെ കുറച്ച് പിള്ളേരല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മള് ഭയങ്കര ജെല്ലായാണ് വളർന്നത്. അപ്പൊ അവരച്ഛനെ കാണുന്നുണ്ട്, എന്നെ അറിയാം അവർക്ക്. പക്ഷെ ഞാൻ ചെല്ലുന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡുള്ള സ്കൂളിലേക്ക് ചെല്ലുമ്പോ എനിക്കൊരു ഇതുണ്ടായിരുന്നു. കോളേജിൽ ഉണ്ടാവും, ബേസിക്കലി അത് ഉണ്ടാവും. പിന്നെ ഞാൻ ചെന്നത് മാറ്റിയെടുക്കുമല്ലോ എങ്ങനെയെങ്കിലും. അത് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വിലയങ്ങ് പോവല്ലോ. അതുകൊണ്ട് അങ്ങനെ കോളേജിൽ ആ സമയത്ത് എൻ്റെ അടുത്തൊരു, ഞാൻ കോളേജിൽ ചേരുന്ന സമയത്ത് എൻ്റെ ഓരോരുത്തരൊന്നും ചോദിക്കുമായിരുന്നു. അത് ഞങ്ങളുടെ നാട്ടിലെ ഉള്ളവരൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ, സലീം കുമാറിനല്ല പേപ്പറല്ല സോറി. അങ്ങനെ ഞാൻ കുറച്ചു കാലം പോയി. അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ ബാക്കി എല്ലാവർക്കും അറിയാം സലീം കുമാർ പറഞ്ഞ എല്ലാവർക്കും. അത് പരസ്യമായ രഹസ്യമാണ്, ഞാനായിട്ട് ആരോടും പറയില്ല. അത് ട്രൈ ചെയ്തതാണ്, എനിക്കത് ഇഷ്ടമാണ് ശരിക്കും സലീം കുമാർ എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ അനിയൻ നേരെ തിരിച്ച, അവൻ ട്രിവാൻഡ്രം ആറ്റിങ്ങൽ ഒരു സ്ഥലത്തൊക്കെ മറ്റേ അജ്ഞാതവാസമായിരുന്നു. ആരാണെന്നൊന്നും പറയില്ല, അങ്ങനെ ആരാന്നും അറിയില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ പോലും ചെല്ലുവൻ അറിയാതിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ മറ്റേ ഒളിവിൽ താമസിക്കുന്നതാണ്. അവനൊട്ടും ഇഷ്ടമല്ല ഈ പരിപാടി.
പുള്ളിക്ക് സിനിമ അതൊന്നും ഇഷ്ടമല്ല. സിനിമ ഇഷ്ടമാണ്, പക്ഷെ ഈ മറ്റേ ഏതാ പ്രണവ് മോഹൻലാൽ ലൈനാണോ? അതൊന്നുമല്ല, അവൻ ജോലിക്കൊക്കെ പോയി പ്രണവ് ജോലിക്ക് പോയില്ലെന്നല്ല, അത് കൊള്ളാം. അല്ല അവൻ മറ്റേ ഒരു യാത്ര ഒന്നും പോണ കൂട്ടത്തിലല്ല. ഇല്ല കുഴപ്പമില്ല, എനിക്കത് പ്രശ്നമല്ല. എല്ലാ കൂട്ടത്തിലും തെറി പറയുന്ന കൂട്ടത്തില് ഫാൻസ് കുറച്ച് തെറി പറയും, നമുക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ് ജീവിക്കുന്ന ആളാ. അത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അവിടെ വേറെ ഒരു സൈഡില്. പിന്നെ എനിക്ക് ഇതൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആളാ, ഈ ലൈം ലൈറ്റും സലീം കുമാറിന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കുന്നത്, അതൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യം. അപ്പൊ ഞാൻ പക്ഷെ ആ കോളേജ് ചേർന്ന സമയത്ത് ഞാനൊരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഇത് പറയാതെ ഞാൻ അച്ഛനെ പറ്റി കുറ്റമൊക്കെ പറഞ്ഞിട്ട് അയാൾ പോരല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അപ്പം കൂടുതൽ വിശ്വാസം വരുമല്ലോ നമ്മളെ, അതിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ പയ്യെ പയ്യെ എല്ലാവരും കത്തി. പക്ഷെ എനിക്ക് കാണാൻ ഒരുപോലെ ഇരിക്കുക, കാരണം വലിയ അത് പറയാൻ പറ്റില്ല. ഈ അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടായിരുന്നു എനിക്ക് കുറച്ചു കാലത്തേക്ക് മാത്രം. പക്ഷെ അത് എല്ലാവരും അറിയും അത് അങ്ങനെ വലിയ. പിന്നെ മഞ്ഞുമല്ല് എങ്ങനെയാണ്? മഞ്ഞുമല്ലിക്ക് ഗണു, നമ്മുടെ ശ്രീരാഗ് എന്ന് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, പുള്ളി, ഗണു, സൗബിക, അവരെല്ലാവരും കൂട്ടം കൂടിയിരുന്ന് ആലോചിച്ച് കൊണ്ടുവരുന്നതാണ്. അതെനിക്ക് ഇപ്പോഴും അറിയില്ല അതെങ്ങനെ കറക്റ്റ് അതെങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്കറിയാവുന്ന ഇവരൊക്കെ കൂടി ഇവരെല്ലാവരും കുറെ പേര് അവിടെ നിന്നൊക്കെ എന്റെ പേര് സജസ്റ്റ് ചെയ്തു. ആ ക്യാരക്ടറിന് കുറച്ച് എന്റേതായ കുറച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള മുഖമായിരിക്കും വേണ്ടിയിരുന്നത്. അങ്ങനെ അവരെനിക്ക് വേറൊരാളെ വിളിച്ചായിരുന്നു. അങ്ങനത്തെ ഒരു കഥയൊക്കെ ഉണ്ട്, വേറെ പരിപാടിയാ. ഞാനാന്ന് വിചാരിച്ച് വേറെ ആൾക്ക് ഓടുപോയി, അങ്ങനെയൊക്കെ. അങ്ങനത്തെ ഒരു കഥയുണ്ട്, അത് ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ. അപ്പൊ അങ്ങനെ ആണ് ഞാൻ മഞ്ഞുമല്ലിലേക്ക് വരുന്നത്. അവരുടെ ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷനിലും ഗണപതിയാണ് ഗണമാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് സിനിമയിലേക്ക്. നിങ്ങൾക്ക് നേരത്തെ കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? ഇല്ല, മുമ്പ് കമ്പനി അല്ല. അല്ലല്ല, എനിക്കത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് മമ്മൂക്കാത്രേ അറിയുള്ളൂ. അതെ. അപ്പൊ ഗണു എനിക്ക് കോള് വരും. അപ്പൊ ഇങ്ങനെ ട്രൂ കോളറിൽ കാണാല്ലേ ഇങ്ങനെ ഗണപതി എസ് പൊതുവാൾ എന്നോട് ഞാൻ എടുത്തു. ഞാൻ അൽഡ്രീം എന്ന് പറഞ്ഞിട്ട് കടയുണ്ട് കൊച്ചിയിൽ. അൽഡ്രീം അല്ല, സോറി, അറേബ്യൻ പാലസ്. മന്തിക്കട, അറേബ്യൻ പാലസ്. അപ്പൊ അതിന്റെ അടുത്ത് എന്റെ കോളേജ്. ഞാൻ അവിടെ നിന്ന് കോൾ എടുത്തു. ഗണപതിയാണ് ഇങ്ങനെ ചിദംബരത്തിന്റെ അടുത്ത് സിനിമയിലേക്ക് ഇങ്ങനെ ഒരു ആളെ നോക്കുന്നുണ്ട് നമ്മള്, അപ്പൊ ഒന്ന് വന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവർ എന്താ വരാലോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ ഞാൻ ജാനമൻ കണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ജാനമൻ സൺനെക്സ്റ്റിൽ വന്നായിരുന്നു. അപ്പോഴാണ് പിന്നെ ഒന്നുകൂടെ കണ്ടിരിക്കുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഗണുവിനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവര്, കാരണം എനിക്കെന്ന് വെച്ചാൽ ഞാൻ ജാനമൻ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നില്ല എന്നെ സിനിമയിലേക്ക് ഒരു ചാൻസും ഇല്ല, കാരണം നമുക്കറിയില്ല തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പൊ എങ്ങനെ പിന്നെ ഇവര് വിളിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. ഈ പടം കാണാൻ നമ്മൾ ആലോചിക്കുമല്ലോ, അപ്പൊ ഇങ്ങനെ നെൽസൺ നമ്മൾ ഈ പടത്തിലേക്ക് വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുമല്ലോ നമ്മളിങ്ങനെ. അപ്പൊ അതുപോലെ ഞാൻ ആലോചിച്ചിരുന്നു. ആ സമയത്ത് ജാനമൻ കണ്ടിട്ട് ഞാൻ ആലോചിച്ചു. കറക്റ്റ് പിറ്റേ ദിവസം ഗണു വിളിച്ചു. ഞാൻ പോയി കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ചെന്നു. പിന്നെ അവിടെ ആയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരമൊക്കെ ചെല്ലും. ഭയങ്കര എനിക്കൊന്നും ഞാനാണ് അവിടെ ആദ്യം കാസ്റ്റ് ചെയ്യുന്നത്. എന്നെയാണ് ആദ്യം കാസ്റ്റ് ചെയ്യുന്നത്. ബാക്കി കാസ്റ്റിന് ഫിക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന ആൾക്കാരെന്നുള്ളത്, കാരണം ബാക്കി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ ചെന്ന് അതിനുശേഷമാണ് ഓരോരുത്തർ അതായത് കുറെ കാസ്റ്റുകൾ മാറി വന്നാണ്. കാരണം എനിക്കറിയാം ഇതൊക്കെ, കാരണം ഞാൻ ആദ്യം ചെന്നുകൊണ്ട് ഓരോരുത്തർ ഇന്ന ആളാന്ന് പറയും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറയും വേറെ ആളാണ്. ഒരുപാട് പരിപാടിയിലൂടെ വന്നിട്ടാണ് ആ പടം. എത്ര ആള് ഷൂട്ടിന് മുമ്പേ എനിക്ക് തോന്നുന്നു എനിക്ക് 1.5 വർഷം മുമ്പേ ഞാൻ ജോയിൻ ചെയ്യാം. ഷൂട്ട് ചെയ്യുമ്പോ അറിയായിരുന്നു ഇതൊരു സംഭവം? അതറിയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ, ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ. ഷൂട്ട് ചെയ്യുമ്പോ ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് ദിവസമല്ല, കുറച്ചങ്ങ് പോകെ നമുക്ക് മനസ്സിലാവും. വർക്ക് മാത്രമല്ല നമുക്കൊരു ഫീൽ കിട്ടും. ചിലപ്പോ ഷൂട്ട് കഴിയാറാകുമ്പോഴായിരിക്കും നമുക്ക് വർക്ക് ആവോ ഇല്ലയോ എന്നൊക്കെയുള്ള സാധനമൊക്കെ നമുക്ക് കിട്ടും. മഞ്ഞുമല്ലിൽ ഞാൻ ഇപ്പോഴും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നന്ദൂന്നുണ്ട്, അവരോട് ഞാൻ പറഞ്ഞ് അളിയത് ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരു ക്ലാസിക് ഉണ്ടാക്കും, അല്ലെങ്കിൽ അട്ടർ ഫ്ലോപ്പ് പടം ഒരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് വെക്കുള്ളൂ. ഒരു ആവറേജ് പടത്തിൽ ഞങ്ങൾ ഒതുക്കില്ല, അങ്ങനെ ഒതുങ്ങില്ല ഈ പടം. അത് അങ്ങനെ അവരോട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ തന്നെ ഒന്നിലേതൊരു ഒരു വൻ പരിപാടി, അല്ലെങ്കിൽ ഇത് താഴെ പോകും. അതാണ് ഞാൻ അവനോട് അന്ന് പറഞ്ഞത്. ഈ തമിഴ്നാട്ടിലെ റിസപ്ഷൻ ഒക്കെ അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, എനിക്ക് ചിതു പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ പുറത്തെടുക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. തമിഴ്നാട്ടിൽ അങ്ങനെ ഓടൊന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്ന്. ഭയങ്കര ആ സമയത്ത് ഗുണാക്കേവിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫ്രണ്ട്സുമായിട്ട്. അപ്പം കേരളം അവിടെ തൊട്ട് തുടങ്ങും.
സുഭാഷ് വിളിയും ഇതും അത് അങ്ങ് അറ്റം വരും എല്ലായിടത്തും എവിടെ ഏത് പോയിന്റിൽ പോണെങ്കിലും അത് തന്നെ. യവനും ഉണ്ടായിരുന്നു അല്ലേ? യവനല്ലേ അവിടെ ഫുള്ള് ആ പോണ വഴി ഫുള്ള് ഇതായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം അത്രത്തോളം അത് മലയാളിലല്ല, തമിഴ്നാട്ടുകാരെ തന്നെ. അത് എനിക്കത് കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ ഞങ്ങള് ചെന്നൈയിൽ നിന്നാ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിക്കും. ഞാൻ ആലോചിക്കും ചെന്നൈയിലൊക്കെ എന്താ അറിയോ, ഞാൻ ചോദിക്കും ഇത് എന്നെ എല്ലാം അറിഞ്ഞിട്ടാണ് വിളിക്കണത്, നമ്പർ വേറെ വിളിക്കണമെന്നൊക്കെ ആലോചിക്കും ഞാനിങ്ങനെ. പക്ഷെ ഞാൻ ചെന്നൈയിൽ ദിവസം പോയപ്പോൾ നമ്മുടെ പ്രൊമോഷൻ്റെ എന്താ ഭാഗമായിട്ട് പോയതാ ചെന്നൈയിൽ. അപ്പോൾ ഈ കുറച്ച് പെമ്പിള്ളേർ ഒരു ഗ്യാങ് വന്നിട്ട് ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു. നമ്പർ എവിടെ നിന്നിട്ടെന്ന് എനിക്കറിയില്ല. വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഫാൻസാണ് ചെന്നൈയിലാണ്. ചെന്നൈയിൽ എനിക്ക് ഫാൻസാ ഞാൻ വിചാരിച്ചു ഇനി വല്ല മലയാളികളെ വിളിച്ച് പറ്റിക്കണായിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെന്ന് ഞാൻ താഴെ കാണാൻ ചെന്ന് വരാം. അത് കാണാൻ ചെന്നപ്പോഴേക്കും ഇവര് ഫുൾ തമിഴ് സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് കുറച്ച് തമിഴ് അറിയാം. അപ്പൊ ഞാൻ ആ തമിഴ് വെച്ചിട്ട് ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഇവര് ചോദിച്ചു തമിഴ് എങ്ങനെ അത്ര നന്നായിട്ട് പഠിച്ചു? ഞാൻ രജനികാന്ത് ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുക. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ചെന്നത് ഫസ്റ്റ് ടൈം കണ്ടിട്ട് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുതന്നില്ലല്ലോ. ശരിക്കും ഫാൻസ് ആണോ? എന്നിട്ട് അവര് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വന്ന് കുറെ കേക്കും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. എനിക്ക് ഇവിടെ തന്നെ. അപ്പൊ ഞാൻ അത് ആദ്യമായിട്ടാണ് എനിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. എനിക്ക് ഇതുവരെ കേക്കും പണ്ടാകടേതും കേരളത്തിൽ ആരും വന്നില്ല. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി തന്നപ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയി ഞാൻ. അവരായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഇട്ട് എനിക്ക്. അവര് ഇടയ്ക്കിടയ്ക്ക് അവരുടെ പടങ്ങളൊക്കെ കണ്ടിട്ട് വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കണ്ണ് നിറഞ്ഞല്ലേ? എനിക്ക് ഭയങ്കര അതാ എനിക്ക് ആദ്യമായിട്ട് കേക്ക് ഒക്കെ വാങ്ങിച്ചു തന്നു കുറെ. ഞാൻ പക്ഷെ വിചാരിച്ചൊരു ഐഫോണൊക്കെ ഇട്ട് വരുമെന്ന് കണ്ണ് നിറഞ്ഞില്ല. ഇപ്പൊ വരും ഐഫോണായിട്ട് വരും. ആ സിനിമയിലൊക്കെ ഉണ്ടല്ലോ നമ്മളങ്ങനെ ഫാൻസ് ഒക്കെ വന്നിട്ട് മറ്റേ ഐഫോണൊക്കെ ഗിഫ്റ്റ് ചെയ്യും. ലാലേട്ടന് മറ്റേ കാറ് കൊടുക്കുന്നു എന്നൊക്കെയാണ് കേട്ടേക്കാം. നമ്മൾ അതുവരെ എന്തെങ്കിലും വിചാരിച്ചു. കേക്ക് പക്ഷെ ഓക്കെയാണ്, കേക്ക് ഓക്കെയാണ്, പ്രശ്നമില്ല. ആദ്യമായിട്ട് കിട്ടിയത് കേക്ക് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടെ പോയി രജനീകാന്തിനെ കണ്ട് കമലഹാസനെ കണ്ട് അതൊക്കെ ഇങ്ങനെ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിളിച്ചതാണ്. അത് അങ്ങോട്ട് വിളിച്ചത് നമ്മളെ. അതായത് നമ്മളെ എനിക്ക് തോന്നുന്നു ഞങ്ങള് ദുബായിൽ പ്രൊമോഷൻ ആയി, മഞ്ഞുമല്ല ദുബായ് പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അതിന് പോകുമ്പോൾ വെളുപ്പിനെയാണ് ചിതുവിന് 6 മണിക്ക് എന്നാണ് ചിതുവിന് കോള് വരുന്നത്. 6 മണിക്കൊക്കെ ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ എടുക്കുന്ന അറിയാലോ. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് രജനീകാന്താന്ന് വിളിച്ച് പറഞ്ഞിട്ട് വിശ്വസിക്കില്ല. അതുപോലെ ചിതുവും വിശ്വസിച്ചില്ല അന്ന്. രജനീകാന്ത് വിളിക്കുന്നു പറഞ്ഞപ്പോ ഓക്കെ പുള്ളി സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇത് രജനീകാന്ത് ആണ് എന്നുള്ളത്. അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളി വേട്ടയാന്ന പടത്തിന്റെ ഷൂട്ടിലായിരുന്നു ഹൈദരാബാദ് അവിടെ. ആ പുള്ളി അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ വന്നതിന് ശേഷം മീറ്റ് ചെയ്യാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഓക്കെ പോവാന്നുള്ള സെറ്റപ്പില്ല. പിന്നെ ഈ 1 മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ ഷൂട്ട് കഴിഞ്ഞ് വരാനുള്ളത്, അതിന്റെ ഇടയിൽ പലതും സംഭവിക്കാം. പുള്ളി ചിലപ്പോ മറന്നു പോകും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ രജനീകാന്താണല്ലോ. പക്ഷെ പുള്ളി കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോ പുള്ളി ചെന്നൈയിൽ എത്തിയിട്ട് പുള്ളി വന്നു. ഈ 1 മാസം കഴിഞ്ഞ് പുള്ളി അടുത്ത് ചെല്ലുമ്പോ പുള്ളി പടം കണ്ടിട്ട് 1 മാസം എന്ന് ഓർക്കണം. പുള്ളിക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഞങ്ങള് പോലും പലതും മറന്നിരിക്കുന്ന സമയമാണ്. പുള്ളി ഓരോന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പുള്ളി കറക്റ്റ് പുള്ളി ഭയങ്കര സിനിമ ഭയങ്കരമായിട്ട് കാണുന്ന ആളാണ്. അങ്ങനെ പുള്ളി ഇത് കണ്ട് ഇങ്ങനെ പരിപാടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബാക്കി എല്ലാവരും ലുക്കുകളൊക്കെ ചേഞ്ച് ആയി ആ സമയത്തിനുള്ളിൽ. എന്റെ മുഖത്ത് എത്ര ലുക്ക് ചേഞ്ച് ചെയ്താലും കണ്ണിങ്ങനെ ഇരിക്കണോണ്ട് പെട്ടെന്ന് പുള്ളി അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കി. ഞാൻ അവിടെ ചെന്ന് പുള്ളി അടുത്ത് ഇങ്ങനെ ചെയ്തപ്പോഴേക്കും നോക്കിയിട്ട് നീ മേലെ ഉட்கார்ந்துருக்க பையன் தானே? ரொம்ப நல்லா பண்ணுறேன், ரொம்ப பிடிச்சது அது கேரக்டർ പറഞ്ഞ പുള്ളി പറഞ്ഞപ്പോഴേക്കും ഓക്കെ ഞാൻ ചെന്നോറിന്റെ കാലിൽ വീണ്. ഞാൻ ഒരാളുടെ കാലില് വീണോന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് അനുഗ്രഹമാണോ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. അത് അങ്ങനെ എല്ലാവരുടെയും അത് കമൽ സാറിന്റെ അടുത്ത് ഞാൻ ചെയ്തില്ല. കാരണം പുള്ളിക്ക് അത് ഇഷ്ടമല്ലാതെ എനിക്കറിയാം. പുള്ളിക്ക് അത് ഇഷ്ടമല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാനത് അവിടെ എടുത്തില്ല. സാറെ കണ്ടപ്പോഴേക്കും ഞാൻ കാലുവിട്ട് അനുഗ്രഹം വാങ്ങിച്ച് സെറ്റ് ചെയ്തു. പുള്ളി ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു. ആ ഫോട്ടോ എന്റെ അടുത്തുണ്ട്, ഇട്ടിട്ടുണ്ട്. അത് ഞാൻ സ്ലൈഡായിട്ട് ഇട്ടേക്കണം. തട്ടണത് കാണണമെന്നുള്ള ഇതുണ്ടായിരുന്നു. തട്ടണ മാത്രം കിട്ടിയില്ല. ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ അടിക്കുന്ന പോലെ അത് ഇങ്ങനെ തട്ടിയിട്ട് തന്നെ പുള്ളി പറഞ്ഞു. ഞാൻ പോയ വഴിക്ക് ചിതു അവിടെ നിന്ന് പറഞ്ഞു സാർ സലിംകുമാർ പയ്യൻ സാർ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങള് അത് ഒരു ഇങ്ങനെ എന്താ പറയാന്നപ്പോഴേക്കും അതായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ
എങ്ങനെയൊക്കെ സിനിമയിൽ വന്നിട്ട് രജനീകാന്തിനെ കാണണം, അത് പുള്ളി അങ്ങോട്ട് വിളിച്ചിട്ടാണ് കമലഹാസനെ കാണണം, അങ്ങനെയൊക്കെ ഒരു അതൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. അത് ഞാൻ വന്ന് ഫസ്റ്റ് സിനിമയിൽ നടന്നുപോയി. ഇനി എനിക്ക് പുതിയ ആഗ്രഹങ്ങൾ വേണം. ഇനി എന്താണ് അടുത്ത ആഗ്രഹം? ഇല്ല, രജനീകാന്തിനോട് അഭിനയിക്കണം. ഇല്ല, ഷാറുഖ് ഖാനെ കാണാനാണ് ഞങ്ങൾക്ക് അവസരം വന്നതാ. ഞങ്ങൾ അത്ര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞങ്ങൾ രജനീകാന്തിനെ കണ്ടു. കാരണം രജനീകാന്ത് ആയിരുന്നു അൾട്ടിമേറ്റ്. അതിനി ആരൊക്കെ വന്നാലും എനിക്ക് രജനീകാന്താണ് ഏറ്റവും അൾട്ടിമേറ്റ്. അതിനി അതിന്റെ മുകളിൽ വേറെ ആര് വന്നെന്ന് പറഞ്ഞാലും ഇപ്പൊ ടോം ക്രൂസ് വന്നെന്ന് പറഞ്ഞാലും തലവൻ എവിടെ ഉണ്ടോ നോക്ക് നമ്മള്. അങ്ങനത്തെ ഫാനാ ഞാൻ. എനിക്ക് അതായിരുന്നു അൾട്ടിമേറ്റ്, അതെന്റെ ഇതായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് ആരെ കാണാൻ പോകുമ്പോൾ ഞാൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞല്ല, ഒരു അയാളെ കണ്ടു. ഇനിയിപ്പോ ഞങ്ങളിത് പറഞ്ഞായിരുന്നു, കൊറേ ആൾക്കാരുടെ ഇത് പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ. ചിമ്പു ഇതുപോലെ കണ്ടിട്ട് ചിമ്പു ഇതുപോലെ കണ്ടിട്ട് പുള്ളി വിളിച്ചായിരുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്ത് പോകുന്നത് വേറൊരു സാധനമാണ്. കാരണം എല്ലാവരും എക്സൈറ്റഡ് പുള്ളിയുടെ അച്ഛനെ കാണാനാ. പുള്ളിയെ വീട്ടിലുണ്ടാവുമല്ലോ എന്നൊക്കെ ഒരു സാധാ. അപ്പൊ നമ്മള് പുള്ളിയുടെ അടുത്ത് ചിമ്പുവിനെ കണ്ടു, ചിമ്പു ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ചിമ്പു എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പുള്ളി അങ്ങനെ ചോദിച്ചു, ഫേസ് എങ്കിയോ ബാത്ത് മാതിരി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. വേറെ ചിന്തോടെ സൈഡിൽ സാർ സലീം പെയിൻ സാർ എന്ന് പറയാ. ഓ നീ ഇതാണ് എന്താ പെയിൻല്ലേ അതൊക്കെ പറഞ്ഞത് ചിമ്പു ചെയ്ത്. അതിവിടെ ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ചിമ്പുവിൻ്റെ കൂടെ. അതുകൊണ്ട് നേരെ ചെന്ന് ചിമ്പു ചോദിച്ചു, സാർ അപ്പൊ അങ്ങേർക്ക് സാർ താഴെ റൂമിൽ ഓക്കെ സാർ ബൈ എന്ന് പറഞ്ഞാൽ നമ്മളെ നേരെ പുള്ളി എടുത്തേ. പുള്ളി അവിടെ മറ്റേ പൊന്നാടയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നു. അങ്ങനെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചേക്കും എല്ലാ പരിപാടികളും. പുള്ളി നമ്മളെ സാറിന് കൊടുക്കണം സാറിനൊക്കെ പറഞ്ഞ പുള്ളി പക്ഷെ ഭയങ്കര അടിപൊളിയാ പുള്ളി. നമ്മളാ ഇതിൽ കാണുന്ന പോലെ ഒന്നും അല്ല. പുള്ളി വേറൊരു ടൈപ്പ് മനുഷ്യനാ. അത് പുള്ളിനെയൊക്കെ കാണണ്ട കേട്ടോ ശരിക്കും പറയാം. പുള്ളി ഭയങ്കര എനർജിയാണ്, നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റാ. എന്ത് കാര്യത്തിനാണെന്ന് അല്ല എനിക്ക് തോന്നുന്നു തമിഴില് പൊതുവെ എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അപ്പൊ ഇത്രയും പേര് റെക്കഗ്നൈസ് ചെയ്തപ്പോഴത്തേക്കും അവിടുന്ന് എന്തെങ്കിലും ഓഫറോ അങ്ങനെ എന്തെങ്കിലും? തമിഴ് സിനിമ നടക്കി ഇങ്ങനെ വിളിയൊക്കെ വരാറുണ്ട്. നമ്മളവിടെ പോകും, പോയി ചെന്ന് കണ്ട് ചിലതൊക്കെ സംസാരങ്ങൾ ഇപ്പോഴും നടക്കുന്നു. അതൊന്നും പറയാം മലയാളപ്പടത്തിന്റെ തന്നെ പറയുന്നില്ല. എന്ത് സിനിമ എന്തെങ്കിലും വന്നാല് എല്ലാത്തിനും യെസ് പറയുന്നതാണോ അതോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ എല്ലാ കഥയും കേൾക്കും. അല്ല, നല്ലൊരു ക്രൈറ്റീരിയ ആണല്ലോ. ഇപ്പൊ ഒരു കേൾക്കുമ്പോഴത്തേക്കും കേട്ടിട്ടാണോ അതോ ബന്ധം വെച്ചിട്ടാണോ എന്തായിരിക്കും നമ്മളെ കുറിച്ച്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് കഥ ഇഷ്ടപ്പെട്ട ഞാൻ എനിക്ക് ചെയ്യുന്നുള്ള കഥ ഞാൻ കേൾക്കും. എല്ലാവരും കേൾക്കും, എല്ലാവരും ചോദിക്കാറുണ്ട്. ചിലർക്ക് അത് കഥ ചോദിക്കുന്ന ഇഷ്ടപ്പെടാറില്ല. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കഥ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവര് പറയും. എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഒരു സീനിയർ ആയിട്ടുള്ള ആള്. ചില ആൾക്കാരെ ഇപ്പൊ ജയരാജ് സാറിനൊക്കെ ഞാൻ ചോദിക്കുമ്പോഴാണ് പുള്ളിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കഥയൊക്കെ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ഉണ്ട്. ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ കഥ ചോദിക്കാറായി എൻ്റെ അടുത്ത് എന്നൊക്കെ ചോദിക്കണം. അല്ല, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കഥ അറിഞ്ഞിരിക്കണമല്ലോ, ചോദിക്കണമല്ലോ. അതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അവർക്കത് ഭയങ്കര റെസ്പെക്ട് ഇല്ലായ്മ പോലെ പുതിയതായിട്ട് വന്ന ഒരാൾ കഥ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഥ ചോദിച്ചതിന്റെ പേരിൽ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ സിനിമ വരുമ്പോ കഥ വഹിക്കാൻ പാടില്ല. അതെ അതെ അത് അങ്ങനെ. പക്ഷെ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വലിയ അധികം കാലം നിൽക്കും തോന്നുന്നുള്ള അങ്ങനെ കഥ ചോദിക്കാണ്ടൊക്കെ അഭിനയിച്ചാൽ എനിക്കറിയില്ല. അതിപ്പോ അല്ല, ഇപ്പൊ കഥ കേട്ടിട്ട് നമ്മളിപ്പോ കഥ കേട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് ചിലപ്പോ ഫ്ലോപ്പ് ആവുന്ന സിനിമകളുണ്ടാവും. സിനിമ അങ്ങനെയാണ്, ഒരു പ്രോസസ്സിൽ അങ്ങനെ പോകുന്നുള്ളൂ. നല്ല ചൂസ് ചെയ്യാറുണ്ടോ അത്? അങ്ങനെ ഭയങ്കര വരുന്ന ഇത് ചൂസ് ചെയ്യാന്നുള്ള. ഞാൻ പിന്നെ എല്ലാ കഥകളും കേൾക്കും. എല്ലാവരും എനിക്ക് ആക്ച്വലി ഞാൻ ഒരു ദിവസം ഒരു കഥ വെച്ച് കേൾക്കും. അതെന്ന് വെച്ചാൽ ഫ്രീ ആണെങ്കിൽ. ഷൂട്ടുള്ളപ്പോ കേൾക്കാൻ പറ്റില്ല. ഷൂട്ടുള്ളപ്പോഴാണെങ്കിലും വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു കഥയൊക്കെ കേൾക്കും. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു കഥ വെച്ചാൽ അപ്പൊ ആരാണെന്നൊന്നുമില്ല. എന്റെ വഴിച്ചുകൊണ്ടിട്ട് ചേട്ടൻ എനിക്കൊരു കഥ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ബാ ഞാൻ വിളിച്ചിട്ടുണ്ടോ അങ്ങനെ കഥ കേൾക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്ന് രണ്ടുപേരെ അറിയാം, ഞാൻ വരാം. കഥ അത് നമ്മള് ഇപ്പൊ ഞാൻ പറയാം, എടാ എനിക്കിത് അതായത് അല്ല എനിക്കിങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോ ഇങ്ങനെ ചോദിക്കും എൻ്റെ അടുത്ത്, ചേട്ടാ ഈ ക്യാരക്ടർ ചേട്ടനുള്ള ആട്ടോ എന്ന് പറയും. ഞാൻ പറയാം ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ കേട്ടോളാം. അത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഉണ്ട് ഈ പടത്തിൽ എന്നുള്ള രീതിയിലാണ്. ചിലത് നമ്മളുടെ അടുത്ത് വന്ന് കഥ പറയുന്നത് നമ്മൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ പറയാം നല്ല ആരെങ്കിലും വെച്ച് നല്ല കഥയാണെങ്കിൽ ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഇത് ഇന്ന ആൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ആക്ടറിനെ ഇങ്ങനെ നമ്മള് നോക്കിക്കാണുന്ന ആരെങ്കിലും ഉണ്ട്? പുതിയ യങ് ജനറേഷൻ. നസ്ലിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട്. അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് നല്ല ബോധ്യമുണ്ട്.
പിന്നെ അവൻ ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാരിൽ വെച്ചിട്ട് ഭയങ്കര സിൻസിയറായിട്ട് കാര്യങ്ങൾ പറയും. എന്ന് വെച്ചാൽ അവന് ജീവിക്കാൻ അറിയാം. അതായത് അവനെന്ത് ഒരാള് ഇപ്പൊ ഇത്ര ചെറിയ പ്രായത്തില് നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. ചെറിയ പ്രായത്തിൽ ഭയങ്കര സ്റ്റാർ ആയി കഴിഞ്ഞപ്പോഴേക്കും ലൈഫൊക്കെ മാറി, ലൈഫ് സ്റ്റൈല് മാറി. അപ്പോൾ പെട്ടെന്ന് ഒരു മോശം ദിശയിലേക്കും പോവാം. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവൻ അങ്ങനെ കറക്റ്റ് പക്ക ഇതാ. ചൂസ് ചെയ്യണേലും ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജിംഖാന ആയാലും അത് അവനെന്ന് വെച്ചാൽ അവൻ ആ സിനിമ കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ആൾക്കാർ ഇപ്പൊ ഒന്നും പറയാൻ മറ്റേ മറിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവൻ എന്തിനാ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവനത് ഇഷ്ടം. അത് അവന് നല്ല സിനിമ. ആലപ്പുഴ ജിംഖാന ഹിറ്റായ പടം. അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളാണ് വേണ്ടത്. അല്ലാതെ എല്ലാവരും വന്നിട്ട് ഞാൻ നായകനാവുന്ന എനിക്ക് ഇടിക്കണം ക്ലൈമാക്സിൽ എന്നാലേ എന്നൊക്കെ പറഞ്ഞ അവൻ ചിലപ്പോ പറഞ്ഞിട്ട് റെയിംക്ക് മാറ്റി സ്വീകരിക്കാം. അവൻ ഭയങ്കര നിർബന്ധം പിടിച്ചു അല്ലാതെ അഭിനയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്നല്ല ചിലപ്പോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രേമലു ഹിറ്റാണൊക്കെ പ്രേമലു ഭയങ്കര ഹിറ്റ് ആയിട്ടിരിക്കുമ്പോ ആ ഒരു സ്റ്റാർട്ടത്തിൽ ഇരിക്കുമ്പോഴേ വേണമെങ്കിൽ ജിംഖാനയൊക്കെ ഞാൻ പറയാം എനിക്ക് അങ്ങനെ പറ്റില്ല, ഗണപതി അടിക്കാൻ പറ്റില്ല, അടിക്കുമെന്നൊക്കെ പറയാം. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഗണപതിയാണ് കുറച്ചുകൂടെ ഹീറോയ്ക്ക്. അതെ അവനാണെ അവൻ പറയണോ എനിക്ക് അങ്ങനെ ചെയ്യണോന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവന് ഇതൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ അവൻ അങ്ങനൊന്നും പറയുന്ന ആളല്ല. അവൻ ആ സിനിമ നന്നായി കണ്ടാ മതി. അവൻ എപ്പോഴും അത് അവന്റെ സിനിമയാണ്. അങ്ങനെ അവനെ ഭയങ്കരമായിട്ട് നോക്കുകയാണ്. പിന്നെ ഗണു ഒബ്വിയസ്ലി എന്റെ ഗുരുസ്ഥാനിയ ഭയങ്കര വാസം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഇതൊക്കെ കമന്റ് ഒക്കെ എങ്ങനെയാണ് നേരിടുന്നത്? എല്ലാ കമന്റും കാണാറുണ്ട്. നിങ്ങളൊന്നും കാണാത്ത കമന്റുകൾ വരെ ഞാൻ കാണുന്നുണ്ട്. എനിക്കത് അതിൽ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. അല്ല ഇപ്പം നമ്മള് അഭിനയിക്കുമ്പോഴേ ഇപ്പൊ റിവ്യൂവേഴ്സ് ഒക്കെ ഇങ്ങനെ അവരുടെ റിവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അഭിനയത്തിന് അത് ബാധിക്കാറുണ്ട്. അതായത് റിസ്ക് എടുക്കാൻ ഞാൻ പറയുന്നത് വെച്ചാല് അങ്ങനത്തെ റിവ്യൂസ് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റിവ്യൂർ അശ്വന്ത് കോക്ക്. പുള്ളി പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും. അത് ചില വീഡിയോസിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം ഇതെന്തെന്ന് എനിക്ക് പടം ഇഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ തോന്നാം. പുള്ളി ചില കാര്യങ്ങൾ പറയുന്നതിലൊക്കെ ചിലപ്പോ സത്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇപ്പൊ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനെ എന്നെ ഭയങ്കര മോശമായിട്ട് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞ ഇത് ചെയ്തതിന്റെ കുഴപ്പം മാത്രമല്ല, ഇത് ആര് ചെയ്താലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അയാളുടെ റിവ്യൂസ് ഒക്കെ യൂസ് ചെയ്യും. പടം ഹിറ്റാണെങ്കിൽ അതെടുത്ത് യൂസ് ചെയ്യും. പടം ഫ്ലോപ്പ് ആണെങ്കിൽ പറയും ഇവൻ പറഞ്ഞ കാരണമാണ് നമ്മുടെ പടം പൊട്ടിയത് എന്ന് പറയും. അതില് ശരിക്കും ലോജിക്കില്ല. കാരണം ഇയാള് പറയുന്ന സാധനം എടുത്തിട്ട് പ്രൊമോഷൻ ഉപയോഗിച്ചിട്ട് പടം പൊട്ടിക്കഴിയുമ്പോൾ അയാള് കാരണം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ വിജയിച്ച അയാളുടെ ക്രെഡിറ്റ് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനോട് അത് അവര് പറയുന്നത് നമ്മൾ കേൾക്കണം. അത് നമ്മളെപ്പോഴും അവരെ ഇങ്ങനെ എന്താ അവരെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പേടി വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനി അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും. ഞാനങ്ങനെ ചിന്തിക്കണല്ലേ? ശരിയാ, ചിലപ്പോ ഒക്കെ ചിന്തിക്കാറുണ്ട്. ചിലപ്പോ അത് ഓരോ സമയങ്ങളുണ്ടല്ലോ. ചിലപ്പോ അയാൾ പറഞ്ഞിട്ട് ആ പറഞ്ഞന്ന് പിറ്റേ ദിവസം ഞാൻ അഭിനയിക്കുമ്പോൾ ചിലപ്പോ എനിക്ക് ആ കോൺഷ്യസ് ഉണ്ടാവും. അല്ല ഇപ്പൊ നേരത്തെ സലീമായിട്ടും തന്നെ ചെയ്യുന്ന സാധനങ്ങള് ചിലപ്പോ ഇപ്പം ആൾക്കാർ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ പേടിക്കും. ഉറപ്പായിട്ടും. എനിക്ക് സജിൻ ചേട്ടൻ അത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നു. പുള്ളിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പുള്ളി എനിക്ക് ഭയങ്കര ഞാൻ കണ്ടേക്കുന്നതിൽ ഭയങ്കര ഡയറിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. ഇപ്പം കമ്പാരിറ്റീവ്ലി ന്യൂ ആണല്ലോ. വന്നിട്ട് ഇപ്പൊ 1 വർഷമായിട്ടുള്ള ശരിക്കും സിനിമ ഇറങ്ങിയിട്ട്. ഇപ്പം ഒരാളിപ്പം ഒരു മോശം കമന്റ് ചെയ്തു ഭയങ്കരമായിട്ട് ചിലർ ഭയങ്കര മോശമായിട്ട് പറയും. പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് കാണുമ്പം ഭയങ്കര ചിലപ്പോ നമുക്ക് ആ ദിവസമല്ല ചിലപ്പോൾ ദിവസങ്ങൾ ഞാൻ രാവിലെ എഴുന്നേക്കുന്ന വായിക്കുന്ന റെഡിറ്റിലെ കമന്റുകളൊക്കെയാ അറിയാലോ. അപ്പൊ അത് ചിലപ്പോ നമ്മൾ അറിയാത്ത കാര്യമൊക്കെ റെഡിറ്റിലേക്ക് വരുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അത് വെച്ചാൽ ഞാനെല്ലാം ഭയങ്കര ലൈറ്റായിട്ട് എടുക്കുന്ന ആളാ. എന്താ അവർക്കൊരു ചിലപ്പോ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിരിക്കും. എന്തേലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇവനെന്തേലൊക്കെ പറയാം രാവിലെ ഇവനെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും മിക്കവരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇടുന്നത്. അല്ലാതെ നമ്മൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. നമ്മൾ 4 പേരും അങ്ങനെ സന്തോഷമായിട്ട് ചിരിച്ചിരുന്നിട്ട് ഒരാളെ പറ്റി ഒരിക്കലും മോശം പറയില്ല. ഭയങ്കരമായിട്ടുള്ളൊരു ഒരു മോശം മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോഴായിരിക്കും ആൾ അങ്ങനെ പറയുന്നത്.
ചിലപ്പോ കഥകളൊക്കെ അങ്ങ് അടിച്ചിറക്കി. അടിച്ചിറക്കും വെറുതെ. ഞാൻ റെഡിറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കഥകളൊക്കെ. ഞാൻ ഏതോ ഹോട്ടലിൽ പോയിട്ട് ആരെയോ തല്ലിയെന്നാ അങ്ങനെയൊക്കെ, ഹോട്ടലിൽ പോയിട്ട് തല്ലിയെന്നോ അത് ഫോട്ടോ എടുക്കാമോന്ന് ചോദിച്ചപ്പോ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫോർട്ട് കൊച്ചിയിലെ ഏതോ ഹോട്ടലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അരുൺ കുര്യനും കൂടി പോയിട്ട് ഏതൊരു ഹോട്ടലിലൊക്കെ അങ്ങനത്തെ ഒരു കഥ കേട്ടു. കഥ കേട്ടിട്ട് അത് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞത് അരുൺ കുര്യന്റെ പേരൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? എന്റെ കേട്ടോ കുഴപ്പമില്ല, അരുൺ കുര്യന്റെ പേരൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും പുള്ളിനെ. അത് പാവാ, കുര്യൻ ഭയങ്കര പാവാ. കുര്യൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ പേരില്ലെങ്കിൽ കൂടി കുര്യനെ ചെയ്തതോ ഞാൻ വിശ്വസിക്കില്ല. കാരണം വെച്ചാൽ കുര്യന് ഞാൻ വെച്ചാൽ മഞ്ഞുമല സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ കുര്യൻ കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൂട്ടിന്റെ സമയത്തൊക്കെ കുര്യൻ വന്നിട്ട് വൈകുന്നേരം വന്നിരുന്ന് എണ്ണും 2, 3, 4, 5 എന്റെ അടുത്ത് പറയും, എടാ എന്റെ 5 പേരെന്റെ ഫോട്ടോ എടുത്തിടാ, 5 പേരെന്നെ തിരിച്ചറിഞ്ഞു. അപ്പൊ എന്നാ അത് തിരിച്ചറിയില്ലല്ലോ. അപ്പൊ എനിക്ക് കുര്യനോട് ഭയങ്കര വിഷയമായിരുന്നു, 5 പേര് ഫോട്ടോ എടുക്കുന്നു. അങ്ങനത്തെ ഒരാളാ അയാള്. ഫോട്ടോ എടുക്കാൻ വന്നപ്പോ പിടിച്ച് തള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ഞാനും കൂടി ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല സംഭവം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കഥയൊക്കെ വരും. എന്നിട്ട് ഞാനിപ്പോ ഈ മെസ്സേജ് ഇട്ട ആളില്ല, പോസ്റ്റ് അയച്ചാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു കുര്യന്റെ പേരൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞ പുള്ളി ലാസ്റ്റ് അത് എടുത്ത് കളഞ്ഞു പുള്ളി. പക്ഷെ ഈ റെഡിറ്റിലുള്ള ഇതെന്താ പറയാ, ഇങ്ങനെ എഴുതുമ്പം ബ്രോയ്ക്ക് വിശ്വസിക്കൂല, പക്ഷെ നമ്മളൊക്കെ സാധാരണക്കാര് വിശ്വസിക്കും. അത് ഞാനൊരു വലിയൊരു പോസ്റ്റ് ചിലര് നല്ല എഴുത്ത ചിലരിങ്ങനെ വലിയ പോസ്റ്റുകളൊക്കെ എഴുതിയിടും. ഇത് മറ്റേ ഇൻസൈഡ് റൂമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഇങ്ങനെ എഴുതിയിടും. ചിലർക്ക് ഭയങ്കര ബേസ്ലെസ്, ചിലർക്ക് സത്യമായിരിക്കും കേട്ടോ. ചിലവര് നമുക്ക് നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ചിലപ്പോ. അതായത് നമുക്ക് അറിയാവുന്ന വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അവരൊക്കെ ഇങ്ങനെയാണ് മറ്റേ ക്രൂരനാണ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരെ തല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി. അസിസ്റ്റന്റ് ഡയറക്ടർമാർ ആരൊക്കെ തല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ പ്രശ്നമാവും അത്. ചിലവരൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, എനിക്കറിയാവുന്ന ചില ഡയറക്ടേഴ്സ് ഭയങ്കര ക്ലോസ് ആയിരിക്കും. അവരൊക്കെ ഭയങ്കര ടേക്ക് കെയർ കൊണ്ടാണ് ആൾക്കാരുണ്ടാവും. എല്ലാത്തവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അപ്പൊ എന്റെ ഇത് നമ്മളൊരു കാര്യം വെറുതെ ഇങ്ങനെ അങ്ങ് പറയുമ്പോ അഫക്റ്റ് ആവുന്നുണ്ട് കുറെ ആളുകൾ. എന്നെ അത് എഫക്ട് ചെയ്യില്ല, എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എഫക്ട് ചെയ്യില്ല. കാരണം എന്തോ കൂളായിട്ട് എടുക്കണതിന് മാത്രമല്ല അത് ഇതിന്റെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അത് റെഡിയാണ്. ഇപ്പൊ എന്നെ പറ്റി പറഞ്ഞിട്ട് ചിലപ്പോ എനിക്ക് ഞാൻ തന്നെ ചില കമന്റ് ഒക്കെ ഞാൻ തന്നെ ഇടും റെഡിറ്റില്. ചില കമന്റ് ഒക്കെ എനിക്ക് ഒഫീഷ്യലി എല്ലാവരും അറിയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് റെഡിറ്റില്. അല്ലാത്ത ഇതിലേക്ക് ഇടും ഞാൻ ചില കമന്റ് ഒക്കെ. അതെനിക്ക് തോന്നുന്നു ചിലപ്പോ, എനിക്ക് എന്നോട്ട് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് ചിലപ്പോ തോന്നും, എന്റെ മനസ്സിൽ തോന്നണൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ചിടും. അതിന് ഞാൻ തന്നെ ചിലപ്പോ പോയിട്ട് എന്റെ അക്കൗണ്ടിൽ റിപ്ലൈ കൊടുക്കും. അങ്ങനെയൊക്കെ അതൊരു ഇതെന്ന് വെച്ചാ ഇതൊന്നും അത് നമ്മളിങ്ങനെ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് എന്റെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ചോദിക്കുക, എന്റെ അടുത്ത് ടീച്ചേഴ്സൊക്കെ ചോദിക്കുന്നു അങ്ങനെ ഇത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ട് വലിയ ആഭ്യന്തര വിഷയങ്ങളൊക്കെ അവിടെ കയറി. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ പറയുള്ളൂ, ഓക്കെ ചോദിക്കുക. അത് പുള്ളിക്കാരി ഭയങ്കര ഇതായിരുന്നു. എനിക്കത് ഒരു ഇതില്ലാത്ത പേടിയില്ലാത്ത ഇത്ര നമ്മള് അത് പേടിയുടെ അല്ല, അതായത് പിന്നെ ഇത്ര വലിയ സംഭവം സംഭവിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ അത് വരുമ്പോ ഡീൽ ചെയ്യാത്, അത് വരുമ്പോ ഡീൽ ചെയ്യാന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. ചപ്പാത്തിക്കല ആ പരിപാടി ഉണ്ടല്ലോ, അത് ആ മൂടാണ് ഞാൻ. എനിക്കപ്പോ അത് കാരണം ഈ റിവ്യൂവേഴ്സ് ഒക്കെ പറയുന്നതിൽ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് അത് നമ്മൾ തിരുത്താൻ നോക്കാം. അല്ല എന്നെ പറ്റി മോശം പറഞ്ഞു പോടാ നമ്മുടെ അടുത്ത അവനെ തെറി പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല. ഇപ്പൊ ഈ റെഡിറ്റിലാണെങ്കിലും ആൾക്കാർ പറയുന്നത് ഇപ്പൊ എനിക്ക് അവന് ഇഷ്ടമല്ല, അവന് കണ്ടന്റിൽ തന്നെ നെഗറ്റീവാന്നൊക്കെ പറയുമല്ലോ. അത് ചിലപ്പോ എന്റെ ആറ്റിറ്റ്യൂഡിന്റെ ആയിരിക്കും. അങ്ങനെ ഞാൻ ചിന്തിച്ചാൽ മതി, അപ്പൊ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല എനിക്ക് തോന്നി ആ ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സാധനം പറയുമല്ലോ, നിങ്ങളാണ് എന്റെ വളർത്തിയത്. അത് ആക്ച്വലി അത് പ്രൊമോഷന് വേണ്ടിട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അടിക്കണമല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, എന്തെങ്കിലും പറയണമല്ലോ. ആലോചിച്ചപ്പോ തിയേറ്ററിലിരുന്ന് നമുക്കൊരു സാധനം ഇതെങ്ങ് പറഞ്ഞാലോ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്തായിരിക്കും പറയാൻ പോണെന്ന് വെച്ചാൽ ഇതെങ്ങ് പറഞ്ഞാലോ. അതുപോലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു. സച്ചിൻ ചേട്ടൻ അനിയനുണ്ട് ജിതിൻ, അവൻ ഉണ്ടായിരുന്നു. അപ്പൊ ഓക്കെ പക്ഷെ അവർക്ക് മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ല. ആക്ച്വലി ഞാൻ വിചാരിച്ചെന്താന്നറിയോ, ഞാനും ജിതിനും വിചാരിച്ചെന്താന്നറിയോ, ചീറ്റി. കാരണം വെച്ചാൽ ആർക്കും മനസ്സിലായില്ല. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊരു കട്ട് ചെയ്തിടുള്ളൂ. മനസ്സിലാവണ്ടേ, എന്നാലും ഇത് കട്ട് ചെയ്തിട്ടിട്ട് കാര്യമുള്ളൂ. ഇത് മനസ്സിലാവാത്ത ആൾക്കാരെ ഇവൻ എന്തോ പറഞ്ഞിട്ട് അങ്ങ് പോയി എന്നുള്ള രീതിയാണല്ലോ.
അത് ഞങ്ങള് തിരിച്ചു വന്നു. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ചിരിച്ചേട്ടത് പാളിയാണ് പാളിപ്പോയി എന്ന് പറയുന്നത്. അത് എന്താ അപ്പൊ കുട്ടുകാര ജിതിൻ പറയണ്ട എന്ത് പറ്റിയാവോ വർക്ക് ആവരെന്നൊക്കെ പറഞ്ഞു. വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും ഒരു റീലൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അത് ആക്ച്വലി ഓൺലൈൻ മീഡിയാസ് അല്ല കണ്ടുപിടിച്ച ഈ ആൾക്കാരാണ് ട്രോൾസ് ഉണ്ടാക്കണവർ അവരെ കണ്ടുപിടിച്ചു. അപ്പൊ അവരിട്ടിട്ട് ആരും അറിയാതെ ഇട്ടു. ഇങ്ങനെ എന്തോ വന്ന് പറഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിൽ ഇട്ടു. അപ്പൊ അതാണ് ഇതായത്. അപ്പൊ വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും എല്ലാവരും സെറ്റായി. അപ്പൊ ഞങ്ങളോട് നമ്മള് ചെയ്തൊരു സംഭവം വൈകിട്ടായിട്ടോ എന്നുള്ള രീതിയിൽ നമ്മള് അതങ്ങനെ വന്നത്. ഇവിടെ പറഞ്ഞില്ലേ വനിതാ വനിതയിലാണ് പടം കാണാൻ പോണത്. അപ്പൊ അവിടെ പോകുമ്പോഴത്തേക്കും മറ്റേ ഈ മീഡിയാസും ബാക്കിയുള്ളതും ഭയങ്കര കൂടുതലാണോ? അവിടെ ഭയങ്കര കൂടുതലായിരിക്കും എപ്പോഴും ഈ മീഡിയാസ്. നമ്മുടെ ഇവരൊക്കെ കാണാറുണ്ടോ റിവ്യൂവേഴ്സ്? ഞാൻ അലിൻ ജോസിനെ ആറാട്ടറിനൊക്കെ കണ്ടിട്ടുണ്ട്. കമ്പനിയാണോ? വിളിക്കാറൊക്കെ ഉണ്ടോ ആരെങ്കിലും? എന്നെ ഇല്ലല്ലോ, എന്നെ അവരാരും വിളിക്കാറില്ല. എന്നെ ഉണ്ണിക്കണ്ണൻ വിളിക്കാറുണ്ട്. ഉണ്ണിക്കണ്ണൻ നല്ല ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ കേൾക്കാറുണ്ട്. ആ ഉണ്ണിക്കണ്ണൻ പാവം, അവന് ശരിക്കും വിജയനെ കണ്ടു. അത് നമ്മുടെ ഈ ബാലൻ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. കണ്ടു, വിജയനെ കണ്ടിട്ടുണ്ട്. വിജയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഉണ്ണിക്കണ്ണൻ. പുള്ളി ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഫോട്ടോ ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ആ ഫോട്ടോ എവനാ ചെയ്തു ഉല്ലാസാണ് എഡിറ്റ് ചെയ്ത് കൊടുത്തത്. പുള്ളി അത് കാണിച്ചെന്നും പറഞ്ഞുള്ള രീതിയിൽ അതാ എടുത്ത് കാണിച്ചത്. ഒറിജിനൽ ഫോട്ടോ ഉണ്ട്, അത് വരും. അത് വരുന്ന ദിവസം അത് ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഞാനും വെയിറ്റ് ചെയ്യുന്നത് ആ ഫോട്ടോ വരാൻ വേണ്ടിട്ട്. കാരണം ഇയാള് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഒരാവശ്യമില്ലാണ്ട്. അത് ഇച്ചിരി കണ്ടതാ. അല്ല പക്ഷെ അന്നൊരു ഫോട്ടോ വന്നില്ലേ? ഒരു ഫോട്ടോ എനിക്ക് മനസ്സിലായി. അത് ഇട്ടിട്ടാണ് എല്ലാവരും പറഞ്ഞത് ഇത് ആണ് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞു. ഇവന്റെ ആ പാവം മനുഷ്യൻ എങ്ങനെ ഇത് തീർക്കോളെ ഇതൊക്കെ. ഇപ്പൊ ഇടിയൻ ചന്തു ഇറങ്ങിയ ടൈമിലുണ്ടല്ലോ, അപ്പോഴ ആ ടൈമിൽ നല്ല ട്രോളും കാര്യങ്ങളും നല്ല ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ ചെയ്തതിന്റെ മിസ്റ്റേക്കാ. ഞാൻ ആ പടം ചെയ്തതിന്റെ പടത്തിൽ ചെയ്തതിന്റെ ഒക്കെ മിസ്റ്റേക്കാ. ആൾക്കാരുടെ കുഴപ്പമൊന്നുമല്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. മിസ്കാസ്റ്റ് ആണോ? മിസ്കാസ്റ്റിന്റെ അല്ല അത്. അല്ല അത് കണ്ടപ്പോ ഇംപ്രൂവൈസ് ഇല്ല ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്ക്. ഇല്ല, അതിപ്പോ കമലഹാസൻ ചെയ്താൽ അങ്ങനെ തന്നെ വരുള്ളൂ. അത് ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മതി. വേറൊരാളെ പ്ലേസ് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ ആ ക്യാരക്ടറിൽ വേറെ ആര് ചെയ്താലും എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ഇതാവാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതങ്ങനെ ഷൂട്ട് ചെയ്ത് പടമാണ്. അത് ഞാനിപ്പോ എനിക്ക് വേണമെങ്കിൽ പറയാം മറ്റത് അത് അവരുടെ പ്രശ്നം എന്നൊക്കെ പറയാം. അത് ആക്ച്വലി എന്റെ പ്രശ്നമാണ്. ഞാനത് ചെയ്തതിന്റെയും ചിലപ്പോൾ ഞാൻ ചെയ്ത രീതി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ടായിരിക്കും. ആൾക്കാരത് ഞാനത് ചെയ്തിട്ട് ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ട് ആൾക്കാരെന്നെ മോശം പറഞ്ഞതല്ല. ഞാൻ ഭയങ്കര മോശമായിട്ട് ചെയ്തതുകൊണ്ട് ആൾക്കാർ മോശം പറഞ്ഞ ഒരു സിനിമയാണത്. കാരണം അതിന്റെ നമുക്കത് ഞാൻ ആ ബ്ലെയിം മൊത്തം ഞാൻ ഏറ്റെടുക്കുന്നതാണ്. കാരണം വെച്ചാൽ അത് എന്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. എനിക്കത് സ്ക്രിപ്റ്റ് പോരായിരുന്നു, അത് പോരായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. അതൊക്കെ നോക്കേണ്ട എന്റെ ഇതാണ്. ഞാൻ എടുക്കേണ്ട ഡിസിഷനാണ് അത്. അങ്ങനെ അത് അച്ഛൻ അങ്ങനെ കണ്ടിട്ട് ഇതേപോലെ എന്തെങ്കിലും പറയാറുണ്ടോ? കളിയാക്കും? ഇല്ല, അച്ഛൻ കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് അല്ല, അച്ഛനകത്തൊരു ഡയലോഗ് പറഞ്ഞു. ഇടിയഞ്ചൊരു ഡയലോഗ് എന്നെ വിളിച്ചിട്ട് അത് കണ്ടിട്ട് പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ ഇനി ഈ വീടിന്റെ പടി കയറി കഴിഞ്ഞ മുട്ടയില് വിടുള്ളൂ പറഞ്ഞു. തമാശക്കാണ്, സീരിയസ് ആണോ? ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഈ അടുത്ത കണ്ടത് അല്ല. അപ്പൊ അതങ്ങനെ അത് അച്ഛനെ എന്ത് കണ്ടാലും അങ്ങനെ എന്തെങ്കിലും പറയാം. അച്ഛൻ എനിക്കൊന്നും ഇടിയൻ ചന്തു മഞ്ഞുമൽ ബോയ്സ് മാത്രമേ കണ്ടുള്ളൂ. ബ്രോ ഇപ്പം വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ AD ആയിട്ടാണ്. അപ്പം ഒരു ടെക്നിക്കൽ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും മറ്റേത് നല്ല എൻ്റെ ഡിഫറൻറ്റ് അല്ലേ? ഇപ്പം ഏതാണ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഡിഫറൻസ് അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. അതായത് എന്താ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ കുറെ AD പണി കുറച്ചുകൂടെ പാടാന്ന് പറഞ്ഞാൽ ഫിസിക്കലി രണ്ട് ജോലികൾക്ക് രണ്ട് രീതിയിലുള്ള പാടുകളുണ്ട്. മെന്റൽ പ്രിപ്പറേഷൻ മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെന്റൽ പരിപാടികളാണ് കൂടുതലും. മെന്റലി അതിനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഫിസിക്കലിയും പാടുള്ള പരിപാടികളുണ്ട്. എന്താണ് സത്യത്തിൽ പൊതുവെ എഡീസ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സിനിമയിലെ മിക്ക കണ്ടിന്യൂറ്റി പരിപാടികളൊക്കെ അവരായിരിക്കും നോക്കുന്നത്. പിന്നെ കോസ്റ്റ്യൂം പരിപാടികൾ, ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഓരോ എഡിയസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചില സിനിമകളിൽ അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ രണ്ടുപേരായിരിക്കും. അങ്ങനെയൊക്കെ
പിന്നെ ആർട്ട് കണ്ടിന്യൂറ്റി പരിപാടികൾ കാര്യങ്ങള് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ അങ്ങനെ കുറെ പരിപാടികളുണ്ട് എഡീസിന് വർക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ മറ്റവർക്കൊന്നും പറഞ്ഞൊന്നും അങ്ങനെയൊന്നും ഡയറക്ടേഴ്സിന്റെ ഒരു സത്യം പറഞ്ഞാൽ ഈ പ്രൊഡക്ഷന്റെ ഒരു ഇതാണ് അല്ല അത് മാത്രമല്ല, അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ ഉണ്ടാവും. അത് വേറെ. അത് സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഡയറക്ടർ എടുത്തോട്ട് ഇതിങ്ങനെ ചെയ്താലോ അങ്ങനെ ചോദിക്കുന്ന പിന്നെ പറ്റും. ചീത്ത വിളിക്കുക, അങ്ങനെ ചീത്ത വിളി കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കണം. കാരണം അത് ഡയറക്ടർക്ക് അത്രയും പ്രഷർ ഉണ്ടാവുന്ന ടൈം അത്. ആ സമയത്ത് അയാളെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ട് നമ്മുടെ സോറി പറയും. അല്ലാതെ അയാൾ നമുക്ക് നമ്മളെ കൊല്ലാൻ വേണ്ടി നമ്മളെ തെറി പറയാൻ വേണ്ടി പുള്ളി വിളിക്കുന്നല്ല. എല്ലാവരുടെ ഒരു സമ്മർദ്ദത്തിന്റെ പുറത്തുള്ള ഇതാ. അത് ഒരുപാട് കോടികൾ മുടക്കിയിട്ട് പുള്ളിനെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാർ വരുന്നതാ. നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായി. അല്ലാതെ പുള്ളി ചീത്ത പറഞ്ഞു ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. എന്തിനും തയ്യാറായി വേണം ഐഡിയ ആയിട്ട് വരാനായിട്ട്. പിന്നെ ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സുഖമാണ്. നമുക്ക് ക്യാരവനുണ്ട് യൂസ്. അത് എന്റെ അടുത്ത് നമ്മുടെ ഷൈജു കാലത്ത് ക്യാമറമാൻ ഷൈജുക്ക് ഞാൻ ഐഡിയ ആയിട്ട് വരുന്ന ഷൈജുക്കാരെ ചോദിച്ചു എന്ത് കാര്യം ഉണ്ടോ തനിക്ക് ക്യാരവൻ ജ്യൂസും കുടിച്ചിരുന്നാ പോലെയിരുന്നോ. അത് അറിയില്ലേ അത് ആഗ്രഹം എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞു. അത് ആർട്ടിസ്റ്റുകൾ കൂടുതൽ കുറച്ചുകൂടെ അവർക്ക് പിന്നെ ഈ ഷോട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്യാൻ ടൈം കിട്ടുമല്ലോ. എഡീസിന് അങ്ങനെ കിട്ടില്ല. ഫുൾ ടൈം അത് ഷൂട്ട് കഴിയുന്നവരെ നിൽക്കണമല്ലോ. എന്താണെങ്കിലും ചിലപ്പോ കൺസിഡർ ചെയ്യുന്ന ഹോൾ സിനിമ പഠിക്കാൻ പറ്റും. അത് പഠിക്കുന്നവർക്ക് പഠിക്കാം. അല്ലാതെ ഞാൻ എല്ലാ തരത്തിലുള്ള എഡീസിനെ കണ്ടിട്ടുള്ള ആളാണ്. പണിയെടുക്കുന്ന എഡീസിനെ കണ്ടിട്ടുണ്ട്, പണിയെടുക്കാത്ത എഡീസിനെ കണ്ടിട്ടുണ്ട്. വെറുതെ അവിടെ ഇരിക്കുകയാണ് ചിലവര്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു എഡി. അവൻ പറഞ്ഞു 19 പടമായി ഇതുവരെ എനിക്ക് പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് സങ്കടം പറഞ്ഞതാ. ഞാൻ അവൻ എഡിയായിട്ട് വർക്ക് ചെയ്യുന്ന നോക്കി. ഞാനവിടെ ഷൂട്ടിങ് കാണാൻ പോയതാ. പിന്നെ എൻ്റെ കൂടെ വന്നു കടയിൽ ഫുഡ് കഴിക്കാനൊക്കെ. അവിടെ ഷൂട്ട് നടക്കുക. അവരാണ് എൻ്റെ അടുത്ത് പറയണത് ഞാൻ 19 പടമായിട്ട് വർക്ക് ചെയ്യുന്നു, ഇതുവരെ എനിക്കൊരു സംവിധായകനാകാൻ പറ്റിയിട്ടില്ല. ഞാൻ ആലോചിച്ചു ഇവനെങ്ങനെ ഈ ഫുഡൊക്കെ കഴിക്കാൻ അവിടെ ഷൂട്ട് നടക്കുന്നത് പിന്നെ എങ്ങനെ സംവിധാനം ചെയ്യാനാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അല്ല പക്ഷെ സ്റ്റിൽ എഡിയൊക്കെ ആവണമെങ്കിൽ അത്ര പേയിങ് ആയിരിക്കില്ല. അതൊരു പാഷന്റെ പുറത്തായിരിക്കും ഉറപ്പായിട്ടും. അതിപ്പോ എനിക്ക് ഞാൻ സിനിമയത്തോണ്ട് എനിക്ക് ഇപ്പൊ വേറെ പടം ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇതിന്റെ ഇടയിൽ. അപ്പൊ അത് പിന്നെ ഉറങ്ങാനൊക്കെ ഉറക്കം കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. ആണോ? അത് അങ്ങനെ ഓരോ സിനിമകളനുസരിച്ചിരിക്കും ബ്രോ. നൈറ്റ് ഷൂട്ട് മാത്രമൊക്കെ ആണെങ്കിൽ അത് ഉറങ്ങാനൊക്കെ പറ്റും. അത് ചിലവർക്ക് ഭയങ്കരമായിട്ട് വർക്കുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാനൊക്കെ പറ്റും ബ്രോ. അങ്ങനെ അത്ര ദുഷ്ടന്മാരെന്നുള്ള സിനിമാക്കാര് ഞാൻ പണ്ടത്തെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതായത് എഡീസിന് പൊതുവെ ചില ആർട്ടിസ്റ്റുകൾ ഭയങ്കര പക്ഷെ ഇപ്പൊ ഇത്തിരി ഡിഫറെന്റ് ആണ്. അറിയില്ല ഇപ്പോഴും ഉണ്ടോ അതുണ്ടാവും. അത് ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന ടൈമിലും ചിലപ്പോ എഡീസിന്റെ അടുത്തൊക്കെ ചിലപ്പോ ചൂടായിട്ടൊക്കെ ഉണ്ടാവും. ദ്രോഹിക്കും ചില ആർട്ടിസ്റ്റുകൾ. അത് എന്ന് വെച്ചാൽ അത് ഓരോ മൂഡ് അനുസരിച്ചാ. ചിലപ്പോ എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ തെറ്റി സാധനമൊക്കെ കൊണ്ടുതരും, കോസ്റ്റ്യൂമൊക്കെ തെറ്റിച്ചൊക്കെ കൊണ്ടുതരും. അതായത് ഇപ്പൊ ചിലപ്പോ എല്ലാവരും പണിയെടുക്കണം. ഓരോ മൂഡ് അനുസരിച്ചാ ബ്രോ. എല്ലാവരും പണിയെടുക്കാൻ വേണ്ടി തന്നെ അവർക്ക് കുറച്ച് ശമ്പളം കിട്ടുന്നു, എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നു. അതിന്റെ ഒരു പ്രിവിലേജ് എനിക്കുണ്ട് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ പുറത്തിരുന്നിട്ട് എനിക്ക് അവരെ ചീത്ത പറഞ്ഞാൽ അവർ കേൾക്കും. അവൻ പുറത്തിറങ്ങിയിട്ട് അവൻ തിരിച്ചല്ലായിരിക്കും. അവിടെ ഇരിക്കുമ്പോ അവര് കേൾക്കും. അത് ആ സമയത്ത് ഒരു മൂഡ് അനുസരിച്ചൊക്കെ പറഞ്ഞായിരിക്കും. ചിലപ്പോ പെട്ടെന്ന് ചിലപ്പോ ഞാൻ നല്ല മൂഡിലാണെങ്കിൽ കുഴപ്പമില്ല, അത് ഒരുപാട് തെറ്റിച്ചല്ലേ എന്നൊക്കെ പറയും. ചിലപ്പോ ഞാൻ വേറെ ദേശത്തിലേക്ക് ഇരിക്കുകയാണെങ്കിൽ പണ്ട് ഈ ടീച്ചർമാര് നമ്മള് രാവിലെ വന്നിരുന്നിട്ട് അവരെ മുഖം കണ്ടറിയാലോ അടിക്കില്ല എന്നുള്ള നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ആ ഒരു മൂഡ്. അവര് രാവിലെ അമ്മായിയമ്മയായിട്ട് തല്ലുപിടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിട്ടു, ഉറപ്പായിട്ട് അടിയിട്ടു ടീച്ചർമാര്. അതേ ഒരു തന്നെ നമ്മളെ മൂഡ് അനുസരിച്ചൊക്കെ ഇരിക്കുള്ളൂ. അല്ലാതെ അവരെ ദ്രോഹിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഞാൻ ആക്ച്വലി അങ്ങനെ ഭയങ്കരമായിട്ട് റേസ് ആവുന്ന ആളൊന്നുമല്ല. ചില കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് തെറ്റി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാവും. കോസ്റ്റ്യൂമൊക്കെ മാറിക്കൊണ്ടിരിക. ഇത് ഈ സീൻ എടുക്കാൻ പോകണം, ഈ സീൻ അല്ലല്ലോ ആ സീനല്ലേ, അപ്പൊ അതിന്റെ കോസ്റ്റ്യൂം വേണ്ടേ, സോറി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാനങ്ങനെ അത് ചിന്തിച്ചില്ലെങ്കിൽ ഞാനത് ഇട്ടുണ്ട് ഞാൻ അവിടെ പോകും. അപ്പൊ അവിടെ ചെയ്ത് കേൾക്കും, എനിക്കും കേൾക്കും അവരും കേൾക്കും. അപ്പൊ അങ്ങനെ അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ശരിക്കും എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മൊത്തത്തില് എല്ലാവരുമായിട്ട് ജെല്ല് ചെയ്തിട്ടൊരു സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് മഞ്ഞുമലൊക്കെ ഭയങ്കര ടീമാ. മൊത്തം എല്ലാവരുമായിട്ടും എനിക്കിപ്പോ കോസ്റ്റ്യൂമിൽ എല്ലാവരും അറിയാം, യൂണിറ്റിൽ എല്ലാവരും അറിയാം. അങ്ങനെ കുറെ
പടങ്ങളാണ്. ചില പടങ്ങളൊക്കെ ഭയങ്കര അങ്ങനെ ചെയ്തോടാ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാരും നമ്മളായിട്ട് ഭയങ്കര ചെല്ല, എല്ലാവരുമായിട്ട് നമ്മൾ ഇതിനെ ടാറ്റയൊക്കെ പറഞ്ഞു പോകും. റൂമിൽ പോയാലും ചിലപ്പോൾ അവരെയൊക്കെ തന്നെ കാണും. നിങ്ങള് മഞ്ഞുമൽ ചെയ്യുമ്പോഴേ ഈ റിയൽ ക്യാരക്ടർ ആൾക്കാരെയൊക്കെ അവരെയൊക്കെ ഇങ്ങനെ പഠിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തത്? അത്ര പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? പഠിച്ചൊന്നുമില്ല, ഞങ്ങൾ അവരങ്ങനെ കാണാറുണ്ട്. അവരുടെ കമ്പനിയാ. സിനിമ ചെയ്യുന്നതിന് മുന്നേ കമ്പനിയാ, സിനിമ ചെയ്യുന്നതിന് മുമ്പേ കമ്പനി ഞങ്ങളവരായിട്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, പഠിക്കാൻ വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മളിപ്പോ രാവിലെ പോയിരുന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവൻ എന്താ ചെയ്യണ, രാവിലെ പല്ലിച്ചു കുളിച്ചു അങ്ങനല്ല. നമ്മൾ രാത്രിയൊക്കെ അവരുടെ അടുത്ത് പോയിരുന്ന് ചില്ല് ചെയ്യും. അപ്പൊ അവരൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കും, അവരുടെ കഥകളൊക്കെ പറയും, നമ്മൾ നമ്മുടെ കഥകൾ പറയും. അങ്ങനെ അവരൊക്കെ ആയിട്ട് കമ്പനിയാ. ബ്രോ അതുപോലെ എനിക്ക് ചോദിക്കണമെന്ന് വെച്ചാൽ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ആക്ടർ അഭിനയിച്ചെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് സീൻസേ കാണുള്ളൂ, അത് അഭിനയിച്ചിട്ട് നമ്മൾ പോകും. അപ്പം അതിനുശേഷം നമുക്ക് ഈ സിനിമയുടെ ഫുൾ ഔട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് പോയി കാണാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ കാണുമോ സിനിമ റിലീസിന് മുന്നേ? ചില ഡയറക്ടേഴ്സ് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞ ഐഡിയ ഇല്ല, ഇത് എങ്ങനെ പുറത്തു വരുമോ എന്നുള്ള ഐഡിയ ചിലപ്പോൾ നമുക്ക് കാണൂലല്ലോ, കുറവായിരിക്കും. റിലീസ് ആകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ലോക എന്ന് പറഞ്ഞ പടത്തിന് എന്റെ പോർഷൻസ്, ഞങ്ങളുടെ പോർഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് വലിയ ധാരണയില്ല. കുറെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാമല്ലോ, അവിടെ കഥയൊക്കെ അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതായത് എനിക്ക് അതിനെ പറ്റി ഫുള്ളൊരു ധാരണ ഉണ്ടെന്നുള്ളത്. ഏത് എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുന്നുള്ള ധാരണ ഉണ്ട്. കാരണം എനിക്ക് ഇത് വെച്ച് കണക്ട് ചെയ്തിട്ട് അറിയാം, എന്റെ പോർഷൻസും പിന്നെ ഞാൻ കണ്ടേക്കുന്ന പോർഷൻസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് കണക്ട് ചെയ്തൊരു പരിപാടി അറിയാം. കഥ ഞാൻ കേട്ടതാണ്, ഫുള്ള് കഥ കേട്ടതാണ്, എനിക്ക് ഫുള്ള് അറിയാം. പക്ഷെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ കണ്ടിട്ടില്ല. എനിക്ക് ഞാൻ നിർബന്ധം പിടിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ കാണിച്ചു തരായിരിക്കും. പക്ഷെ അത് തിയേറ്ററിൽ നിന്ന് കാണുന്നതാണ് ഒരു മഞ്ഞമ്മൽ വരെ എനിക്കല്ല, ഞാൻ ഫുൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ഹൈ കിട്ടുന്നെങ്കിൽ തിയേറ്ററിൽ ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ്മെന്റ് പോകും. അതായത് കുറെ തവണ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് ഡയറക്ടർ ആകുമ്പോൾ സ്ക്രിപ്റ്റ് തന്നെ കുറെ തവണ ഇരുന്ന് വായിക്കും. അത് ഓരോ പരിപാടി ഉണ്ടല്ലോ, ഇന്ന ഓരോ സാധനം മാർക്ക് ചെയ്യാനായിട്ട്, ഓരോ ഇന്ന ഇവിടെ എന്ത് വേണം, മറ്റേ എന്ത് വേണം എന്നൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇത്ര എന്ത് ആർട്ടിസ്റ്റ് വേണം അതൊക്കെ അങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരാളെ വായിക്കും. ചിലപ്പോൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വായിക്കും, അങ്ങനെ വായിക്കും. അപ്പൊ ഇത് ഇത്ര തവണ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മടുക്കും. ഒരു ബുക്ക് തന്നെ ഒരു 10, 30, 40 തവണയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ലേ? അതുപോലെ ഇത് മടുക്കും. അടുത്ത കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് മൊത്തം പോകും. നല്ലതാണ് ചീത്തയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ എഡിറ്റ് ചെയ്യുന്നവർക്ക് അവർക്കായിരിക്കും കൂടുതലായിട്ട് ഒരു സിനിമയെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്ന എഡിറ്റർമാരായിരിക്കും. കാരണം അവരാണിത് ഫസ്റ്റ് ടൈം പുറത്തുനിന്ന് ഒരാൾ കാണുന്നത്. ബാക്കി എല്ലാവരും ഭയങ്കര ഒരു പോയിന്റ് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അവരൊക്കെ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ഒരു എഡിറ്റർക്ക് അതുകൊണ്ടാണ് എഡിറ്റർ ഇത് കളത് കട്ട് ചെയ്തോളാം. ചിലപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീനായിരിക്കും. എഡിറ്ററുടെ അത് കട്ട് ചെയ്തോളാനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും. പക്ഷെ സിനിമയ്ക്ക് അതാ നല്ലത്. അടുത്തൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചോദിക്കാം. അതായത് ഇപ്പം സിനിമയിലല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബിയോ, ഇപ്പൊ IAS സിനിമയല്ല, അതല്ലെങ്കിൽ വേറെ എന്താ, മറ്റേ ബാഴ്സലോണയിൽ വണ്ടി ഓടിക്കുന്ന പോലെ എന്തെങ്കിലും സാധനങ്ങൾ? ബാഴ്സലോണയിലൊന്നായിരിക്കില്ല, അവിടെ തന്നെ അല്ല, എന്ത് ചെയ്യാനായിരിക്കും? ചിലപ്പോ അത് സിനിമയിൽ തന്നെ ഉണ്ടാവും, സിനിമയിൽ തന്നെ എവിടെയെങ്കിലും. ചിലപ്പോ എഡിറ്ററായിട്ടായിരിക്കും. കാരണം ഞാൻ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് കുറച്ച് നാളെ വർക്ക് ചെയ്തിരുന്നു. ഉണ്ട് കുറെ നാള്, 2018, 2017 ആ സമയത്ത്. എല്ലാം എനിക്ക് ഇത് തന്നെയായിരുന്നു ആഗ്രഹം, എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ. ഭയങ്കര സിനിഫൈലാണല്ലേ, മിക്ക സിനിമകളും കാണും. മിക്ക സിനിമകളും ഈ ഡയറക്ടേഴ്സിനെ നോക്കണ ഏതാണ് ഒരു ഫേവറേറ്റ് ഡയറക്ടർ മലയാളത്തിലോ? ഇന്ത്യയിലും പുറത്തും. മലയാളത്തിൽ എനിക്ക് ലാൽ ജോസ് ഭയങ്കര ഇഷ്ടമാണ്. ലാൽ ജോസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ന്യൂ ഇതിലാണെങ്കിൽ എനിക്ക് ഈ ചിദംബരം ഭയങ്കര ഇഷ്ടമുള്ള. പിന്നെ ജിത്തു ജോസഫ് പുള്ളിയുടെ പടങ്ങൾ, പിന്നെ അഭിനവേട്ടന്റെ പടങ്ങളില്ലേ, ഈ അങ്ങനത്തെ പടങ്ങൾ കുറെ കൂടി മലയാളത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടികൾ. പിന്നെ കൃഷാന്ത്, ആനന്ദേകർഷി, ആട്ടത്തിന്റെ ഡയറക്ടർ പുള്ളി, കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇന്ത്യയില് ഭയങ്കര മറ്റേ ലെജൻസില് പറയുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി മണിരത്നം പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് ഡേവിഡ് ഫിഞ്ചർ പടങ്ങളാണ്. ഡേവിഡ് ഫിഞ്ചർ പടങ്ങളാണ് എല്ലാ പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അയാളുടെ പടങ്ങൾ തമ്മിൽ ഇയാളാണ് ഡയറക്ട് ചെയ്തതെന്ന് വെക്കാനുള്ള സിഗ്നേച്ചേഴ്സ് ഒന്നും അയാളുടെ പടങ്ങളിൽ ഉണ്ടാവില്ല. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പടങ്ങളായിരിക്കും. ഇപ്പൊ ഫൈറ്റ് ക്ലബ് പോലത്തെ ഒരു പടം ഇരിക്കില്ല 7, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പടം. ഇവിടെ മലയാളത്തില് ജയരാജ് സാർ ഉണ്ട്, അങ്ങനെ തിളക്കം ചെയ്യുന്നത്, കളിയാട്ടം ചെയ്യുന്നത് ഒക്കെ ഒരാളാ.
അതങ്ങനെ കൊറേ അങ്ങനത്തെ കുറെ ജോണി വാക്കർ ചെയ്ത സെയിം ആള് തന്നെയാണ് ഒറ്റാല് ചെയ്തത്. അങ്ങനെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ജോണേഴ്സ് ഒക്കെ ഏത് ജോണറായിരിക്കും? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. എനിക്ക് എല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. എനിക്ക് ഇന്ന ഇത് തന്നെ. പക്ഷെ എനിക്ക് മറ്റേ ഒരു പരിപാടിനോട് ഭയങ്കര എതിർപ്പുണ്ട്. ഇപ്പൊ ഒരാള് ഇന്ന സംഭവം മാത്രം ചെയ്യുള്ളൂ എന്ന് പറയില്ലേ, അയാൾ അത് തന്നെ ചെയ്യാനായിട്ട് പറ്റണം. അയാൾ അത് തന്നെ ചെയ്യാൻ പറ്റണം. അതിപ്പോ ഭയങ്കര അടിപൊളിയായിട്ട് ഹൊറർ പടം എടുക്കുന്ന ആളാ. മലയാളികളുടെ ഒരു സ്വഭാവം ഉണ്ട്, 2-3 ഹൊറർ പടം ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് അത് പറ്റുള്ളൂ എന്ന് പറയും. അയാൾക്കത് പറ്റുന്നോണ്ടല്ല, അയാൾ അതിൽ എക്സൽ ചെയ്തിട്ട് അതിൽ തന്നെ അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ ഹോളിവുഡിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഹൊറർ ചെയ്യുന്നതിന്. അത് അവർക്ക് അതാണ് നല്ല പടങ്ങൾ കിട്ടിയാൽ പോലെ നമുക്ക്. അയാൾ ഇഷ്ടമുള്ള കാര്യം ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് കടിയാണ്, അയാളത് മാറ്റിച്ചിട്ട് അയാളെ കൊണ്ട് ഒരു മോശം പടം എടുപ്പിക്കേണ്ട അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരാൾ ഇങ്ങനെ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എല്ലാ പടത്തിലും എന്റർടൈൻ ചിരിപ്പിക്കാൻ വേണ്ടി വന്നേക്കണത്. ഒരു പടം കരയിപ്പിച്ചില്ലെങ്കിൽ ഇയാളൊരു ആർട്ടിസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ചെയ്യും. ചിലപ്പോൾ അയാൾ അത് ചെയ്യാൻ നോക്കി അങ്ങനെയൊക്കെ പാളിപ്പോകും ചിലപ്പോ. അല്ല, ഹൊറർ പുറത്തൊക്കെ ഹൊറർ ജോണർ എപ്പോഴും ഒരാള് ഇപ്പം രാഹുൽ സദാശിവൻ തന്നെ അടിപൊളിയായിട്ടാ പുള്ളി പടങ്ങൾ എടുക്കുന്നത്. പുള്ളി വേറെ റെഡ് ട്രെയിൻ തൊട്ടിട്ടുള്ള പടങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പടങ്ങളാണ്. ഹൊറർ പുള്ളിയാ. അപ്പൊ പുള്ളി ഇനിയിപ്പോ ഒരു ഹൊറർ പടം കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ പറയും ഇയാൾക്ക് ഹൊറർ മാത്രം അറിയുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അത് നല്ലതല്ലേ? അല്ല, ഹൊററിൽ തന്നെ ഡ്രാമയുണ്ട്, ഒരുപാട് ഹൊറേഴ്സ് ഉണ്ടല്ലോ, കുറെ പരിപാടികളുണ്ട്. ഇതൊക്കെ ചെയ്യട്ടെ, അയാളെ എക്സ്പ്ലോർ ചെയ്യാൻ വിടണം. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അയാളെ എക്സ്പ്ലോർ ചെയ്യാൻ വിടണം. അത് അയാളുടെ ആ ഒരു ഓണർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളു. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പേഴ്സണൽ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യില്ലേ, അത് ഭയങ്കര ബാഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ റിവ്യൂ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കി, അല്ലാതെ ഈ ഒരു പേഴ്സണലൈസ്ഡ് ഒപ്പീനിയൻ എന്നുള്ളതിനെക്കാട്ടി അത് ഭയങ്കര മോശം. അതൊന്നും ഇപ്പൊ എനിക്ക് അശ്വന്ത് ഗോഖിന്റെ ആണ്, എനിക്ക് അതൊന്നും വലിയ താല്പര്യമുള്ളതല്ല. പുള്ളി പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അത് ബാക്കിയെല്ലാം പുള്ളി പറയുന്നത് ആക്ച്വലി ഭയങ്കര കുറെ സിനിമയെ പറ്റി പുള്ളി പറയുന്നതൊക്കെ കുറെയൊക്കെ കറക്റ്റ് ഒക്കെയാണ്. പക്ഷെ ഈ അത് പേഴ്സണൽ ലെവലിലേക്ക് പോകുമ്പോൾ അത് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അത് കാരണം വെച്ചാൽ ഒരാളെ കളിയാക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. മറ്റു വേറൊരാളെ കളിയാക്കുന്നത്, ഇപ്പൊ എന്നെ കളിയാക്കുമ്പോൾ എനിക്ക് സുഖം കിട്ടില്ല, നിങ്ങൾക്ക് 3 സുഖം കിട്ടുന്നുണ്ടാവും. പക്ഷെ അതുപോലെ വേറൊരാളെ കളിയാക്കുമ്പോൾ ഞാനത് എൻജോയ് ചെയ്തിട്ട് എന്നെ കളിയാക്കുമ്പോൾ തിയേറ്റർ എന്ന് പറയാൻ പറ്റില്ല, അപ്പുറം ചിരിച്ചോണ്ടിരുന്ന പോകാൻ പറ്റില്ല. എല്ലാവരെയും അങ്ങനെ പേഴ്സണലി ഒരാളെ ഹരാസ് ചെയ്യുന്നതിന് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ റിവ്യൂവേഴ്സ് ആ ഒരു ക്രിറ്റിസിസത്തിലേക്ക് പോകുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം. നമ്മൾ ചെയ്ത സിനിമയെ പറ്റി എന്തെന്ന് പറഞ്ഞാലും, കാരണം അവരാ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് കണ്ട ആൾക്കാരാണ്. അപ്പൊ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. എന്താണെങ്കിലും സിനിമ മോശമാണെങ്കിലും നല്ലതാണെങ്കിലൊക്കെ അവർക്ക് പറയാൻ അവകാശമുണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല സിനിമ ഒരാള് ഭയങ്കര മോശം പറഞ്ഞതുകൊണ്ട് അത് വീണു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ന്യൂ ആക്ടർ അങ്ങനെയാണെങ്കിൽ ബാധിക്കൂലേ? ഇപ്പം വലിയൊരു നടനാണെങ്കിൽ ചിലപ്പം ഇപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിലും അത് അങ്ങനെ പോകും. പക്ഷെ ഒരു പുതിയൊരു അത്രയും ഒരു സ്റ്റാർട്ടം ഇല്ലാത്ത ഒരു ആളാണ്, അത്രയും ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ബാധിക്കുമെന്ന് തോന്നുന്നു. വരാൻ തന്നെ നല്ല സിനിമ ശ്രദ്ധിക്കപ്പെടാൻ തന്നെ ബാധിക്കൂലേ? അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചായിരിക്കുള്ളൂ, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചായിരിക്കുള്ളൂ. പിന്നെ സിനിമകൾക്ക് ചിലപ്പോ അതായത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിപ്പോ ഈ റിവ്യൂവേഴ്സിന്റെ ഒന്നും റിവ്യൂ കാണാതെ പോകുന്ന ആൾക്കാരാണ് കൂടുതൽ കേരളത്തിലുള്ളത്. അവരുടെ വ്യൂസ് ശ്രദ്ധിച്ചാൽ അറിയാലോ കേരളത്തിൽ എത്ര ജനങ്ങളുണ്ട്. അവരെല്ലാവരും അവരുടെ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര കോടി വ്യൂസ് ആയിരിക്കും അവർക്ക്. അല്ല, ഇതിപ്പോ നമ്മൾ തന്നെ ഒരു സിനിമ റിവ്യൂ ചെയ്യണമെങ്കിൽ അശ്വന്ത് ഗോഖിന് മുന്നേ റിവ്യൂ ഇട്ടാലേ നമുക്കതിന് ഈ അൾട്ടിമേറ്റ് ഉണ്ടെന്ന്, ഇപ്പം റിവ്യൂവിന്റെ അൾട്ടിമേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ മിക്കവാറും അശ്വന്ത് ഗോഖിന്റെ പുള്ളിയുടെ റിവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ റിവ്യൂ ഇട്ടാലും അത് ഓടൂല എന്ന് പറഞ്ഞാൽ ആ റിവ്യൂ മാത്രം കണ്ടിട്ട് പോണോ വേണ്ടെന്ന് തീരുമാനിക്കും. വേറൊരു റിവ്യൂ ഒന്നും അവർ നോക്കൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പുള്ളിയുടെ റിവ്യൂ ഇപ്പൊ ബാക്കിയുള്ളവരത് കണ്ടാലും പുള്ളിയുടെ കാണാൻ നോക്കും. പുള്ളിയുടെ പക്ഷെ പുള്ളി കുറച്ചുകൂടി ടു ദ പോയിന്റ് പറയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർ ചിലപ്പം ഷുഗർ കോട്ട് ചെയ്താണ് ചിലർ സംസാരിക്കുന്നത്. അല്ല, അത് ഓരോരുത്തർക്ക് ഇപ്പൊ അയാൾക്കൊന്നും പേടിക്കാനില്ല. ബേസിക്കലി അയാൾക്കൊന്നും, അത് നല്ലതാണ്, ക്രിറ്റിസിസം നല്ലതാണ്. അത് നമ്മളെ അത് കേട്ടിട്ട് നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ തളർന്നിരിക്കുള്ളൂ. ഇമ്പ്രൂവ് ആവാൻ നോക്കണം. അജു വർഗീസ് പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ കുറിച്ച് എന്തോ പറഞ്ഞിട്ട് ആദ്യം, പക്ഷെ പിന്നെ ഒരു സിനിമയ്ക്ക് പുള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു അതെ, എന്നെപ്പറ്റി അശ്വന്ത് ഗോഖ് മഞ്ഞുമൽ ബോയ്സിൽ നല്ല പറഞ്ഞു.
നടികരിൽ നല്ലതാ പറഞ്ഞു. പിന്നെ ഇതാണ് പൈങ്കിളിൽ ആക്ച്വലി പുള്ളി നല്ലതാ പറഞ്ഞു. പുള്ളി ആകെ മോശം പറഞ്ഞു ഇടിഞ്ഞെന്ന് മാത്രമേ. അത് ആക്ച്വലി മോശമായിരുന്നു. അക്സെപ്റ്റ് ചെയ്താൽ മതി. ഞാൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടാ, അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. കാരണം അപ്പൊ അയാള് സത്യസന്ധനാണ്. കാരണം അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ അയാളെ എതിർക്കാൻ പോകുന്നത് എന്തിനാ? അല്ല, പുള്ളിക്ക് കൂടുതൽ എതിർപ്പ് അങ്ങനെ ആക്ടേഴ്സിന്റെ അധികം അങ്ങനെ വന്നിട്ടില്ല. മിക്കവരും പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. അതുണ്ടാവും. അത് അവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല പ്രൊഡ്യൂസേഴ്സിനെ. പക്ഷെ ഇതേ ആൾക്കാർ തന്നെ നമ്മളിപ്പോ പ്രൊഡ്യൂസർ ആയാലും ഇവര് തന്നെയാണ് ഇയാളുടെ ഇത് പ്രൊമോഷന് ഉപയോഗിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ്. പക്ഷെ അയാളെ ഉപദ്രവിക്കുന്നതൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അയാളങ്ങനെ എന്താ അതെനിക്ക് കറക്റ്റായിട്ട് പറയാനല്ലോ. എല്ലാവർക്കും ഓരോരോ വശങ്ങളുണ്ടെന്ന് പറയില്ലേ. ഇപ്പൊ എന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഇതായിരിക്കും ശരിയായിട്ട് തോന്നാം. ചിലപ്പോൾ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാനൊരു പ്രൊഡ്യൂസർ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ അശ്വിൻ കോക്കിനെ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത്. അത് അതാണ്. അതിപ്പോ എന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഇപ്പൊ കറക്റ്റ് ആണ്. ആ ഒരു സൈഡിലേക്ക് ഞാൻ വരുമ്പോ ചിലപ്പോ ഞാൻ മാറി ചിന്തിച്ചിരിക്കും. അപ്പൊ നിങ്ങള് ഇപ്പൊ പോഡ്കാസ്റ്റ് നിങ്ങൾ ആദ്യം യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ യൂട്യൂബിനെ പറ്റി വേറെ എന്തെങ്കിലും ആയിരിക്കില്ല നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ വന്നതിന് ശേഷം ആ ചിന്ത മാറിയിട്ടുണ്ടാവില്ലേ കൊറേയൊക്കെ. ഇപ്പൊ ബ്രോ പറഞ്ഞില്ല മറ്റേ അശ്വന്ത് കോക്കിന് മുമ്പ് ഇട്ടാലാണ് ഈ വീഡിയോ. അല്ല, അത് എന്ന് പറഞ്ഞ ഇപ്പം നമ്മുടെ വീഡിയോസ് കണ്ടവരാണെങ്കിൽ അവരും പിന്നെ പോയി അശ്വന്ത് കോക്കിന്റെ വീഡിയോസ് കാണും. അതൊരു എന്റർടൈൻമെന്റ് ആണ്. ചിലർക്ക് സിനിമ കാണുന്നതിനേക്കാൾ എന്റർടൈൻമെന്റ് ആണ് അശ്വന്ത് കോക്കിന്റെ വീഡിയോസ് ആണ്. ചില സിനിമകൾ ഭയങ്കര ബോറായിരിക്കും. സിനിമയിലേക്കാൾ നല്ല പുള്ളി എന്ത് ഔട്ട്ഫിറ്റിൽ വരും, പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കൗതുകം. അതൊരു രസമാണ്. അപ്പൊ അത് നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എല്ലായിടത്തും മാറും. നമ്മളൊരു പൊസിഷനിൽ എത്തുമ്പോ നിങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാണോ? അല്ല, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സംസാരിക്കാറുണ്ടോ പുള്ളിയെ കുറിച്ച്? സംസാരിക്കാറുണ്ട്. ആക്ടേഴ്സ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. പേടി സ്വപ്നം അല്ല, പുള്ളി കളിയാക്കും എന്ന് വിചാരിച്ചിട്ട് കളിയാക്കിയത് അത് എത്ര നാളെ എല്ലാ ദിവസവും കളിയാക്കും? ഇല്ല. കാര്യം എപ്പോഴെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. അത് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ അശ്വന്ത് കോക്ക് എന്ത് പറയും രാവിലെ എന്നിട്ട് ഇത് പറ്റില്ല, ഞാൻ ചെയ്യില്ല, അശ്വന്ത് കോക്ക് ചെയ്യില്ല, അങ്ങനെ പറയാമല്ലോ. ഇതൊക്കെ പാർട്ട് ഓഫ് ലിവിങ്. നന്ദു ഇല്ലേ ആക്ടർ, ആ പുള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്ത് പറയും. അങ്ങനെ ചിന്തിക്കുന്ന ഞാനിടയ്ക്ക് ചിന്തിക്കാറൊക്കെ ഉണ്ട്. ശരിയാണ് പറഞ്ഞത്. ചിലപ്പോ ചിന്തിക്കോ ചെയ്ത അശ്വന്ത് കോക്ക് എടുത്ത് നോക്കുക. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്. അപ്പൊ അവന്മാര് ചോദിക്കും, എന്ത് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോ ഒക്കെ ചോദിക്കും, ഇതെങ്ങനെ കോക്കിനുള്ളതുണ്ടോ? ഇത് കോക്കിന് നോക്കാനുള്ളതുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഞാൻ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്ഥിരം പറഞ്ഞ സാധനമായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി അത്യാവശ്യം സിനിമ കാണും. മലയാള സിനിമ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. പുള്ളിയുടെ കുറേ സിനിമ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രോ ആണെങ്കിൽ ഒരു ടോപ്പ് 3 or 5 സിനിമ ഇപ്പം മലയാളി അല്ലാത്ത ഒരു ഓഡിയൻസിന് കാണുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മലയാളത്തിൽ അങ്ങനെ എപ്പോഴും വരുന്ന പടങ്ങളാണ് കുമ്പളങ്ങി നൈറ്റ്സ്, മഞ്ഞുമ്മല്, പ്രേമലു, അങ്ങനെയൊക്കെ. അതൊക്കെ വിടാം. അതൊക്കെ അങ്ങനെ ഡെയിലി വരുന്ന പടങ്ങൾ വിടാം. അല്ലാതെ വേണമെങ്കിൽ കുറച്ച് പടങ്ങള് അണ്ടർറേറ്റഡ് പടങ്ങൾ ഒരു മലയാളി അല്ലാത്ത ഒരാൾക്ക് മലയാളിയാണെങ്കിൽ കുഴപ്പമില്ല. അണ്ടർറേറ്റഡ് ഒന്നുമില്ല. പവിത്രം അണ്ടർറേറ്റഡ് അല്ല. പിന്നെ അയാളും ഞാനും തമ്മില് അറിയാവുന്നതാണ്. എനിക്ക് പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒക്കെ കണ്ട ഒരു ഫീൽ കിട്ടിയ പടം. അതിനും ഫീൽ കിട്ടിയ പടം അയാളും ഞാനും തമ്മിൽ. പർസ്യൂട്ട് ഓഫ് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പടങ്ങളൊന്നാണ്. പിന്നെ ഒരു കോമഡി പിടിക്കാല്ലേ, സീഡിമോസ് കാണിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു സീഡിമോസ് ഇഷ്ടപ്പെടും എല്ലാവർക്കും. സീഡിമോസ് പിടിക്കാം. പിന്നെ ഇപ്പൊ 3 പടമില്ലേ? വേണോ? ഇപ്പൊ നേരത്തെ ദാസൻ പറഞ്ഞല്ലോ, ഇപ്പൊ CID മൂസ അല്ലെങ്കിൽ മൂക്കില്ല രാജ്യത്ത്, അപ്പൊ അതേപോലത്തെ പടങ്ങളൊന്നും ഈ കാലത്ത് അങ്ങനെ ഇറക്കുക എന്ന് പറയണത് ഈ കാലത്ത് എന്തോ പരിപാടിയാ. അതെനിക്ക് ഇല്ല, അങ്ങനെ അത്രയും ധൈര്യമുള്ള ആൾക്കാർ കുറവാ. അതെനിക്ക് തോന്നുന്നു അത്രയും ധൈര്യമുള്ള ആൾക്കാർ ഇല്ലാത്തതിന്റെ കാരണം എനിക്ക് തോന്നുന്നു ഈ റിവ്യൂസും പരിപാടികളൊക്കെ ആയിരിക്കും. കൂടുതൽ ആക്സസിബിൾ ആയല്ലോ. എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർ അറിയും. അത്ര ആ ഒരു ഏരിയയിലേക്ക് ഇത്ര ആൾക്കാർ പറയുന്നു, എനിക്കിത് മോശം പേര് വരുമോ, എനിക്ക് അങ്ങനെ വരുമോ, അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോ ചെയ്യാത്തത്.
അല്ല കോമഡി ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ ചളിയായി കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ആക്ച്വലി നമ്മളാരും ഭയങ്കര പെർഫെക്റ്റ് റിസ്ക് അല്ല, ആണ്. ഒരാളും പെർഫെക്റ്റ് അല്ല. ചിലപ്പോ ഇന്ന് ചെയ്ത് വരുമ്പോ ആള് നാളെ ഈ പടം ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതിന്റെ പറയുമ്പോ അപ്പൊ ഇത് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ റിസ്ക് ഒക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യണം. ഒരു സാധനം എനിക്ക് എടുക്കുമ്പോഴത്തേക്കും ഒരു high ഉണ്ടാവും. അതത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പടമായെങ്കിൽ ഞാൻ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കാരണം വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എന്തൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ നമ്മള്. അതെ. നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് നമ്മളെന്തെങ്കിലുമൊക്കെ ദയിപ്പിക്കണ്ടേ ആൾക്കാരുടെ നമ്മളെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ എനിക്കിത് പറ്റില്ല, എനിക്കത് ഭയങ്കര ഇത് ഹേറ്റ് റിവ്യൂ മറ്റേ മറിച്ചതൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര അഭിനയിച്ചോണ്ടിരിക്കണം. ഇന്ന് നമ്മളങ്ങനെ മനസ്സിലേക്ക് എടുത്തോ അങ്ങനെ ഇത് ചെയ്തോ മറ്റേ മറിച്ചോ ഉണ്ടാക്കിയൊന്നും കാര്യമില്ല. ചിലപ്പോ ഇതിപ്പോ ആര് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ ആര് നാളെ ആര്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഐഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, എന്റെ കൂടെ ഐഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന 10 വർഷം കഴിഞ്ഞ് ചിലപ്പോ സൂപ്പർ സ്റ്റാർ ആയിരിക്കും അവൻ ചിലപ്പോ ഒരു പടത്തിൽ തല കാണിച്ച് അവൻ ചിലപ്പോ സൂപ്പർ സ്റ്റാർ ആവും. ഞാനപ്പോ ചിലപ്പോ ഉണ്ടാവുകയില്ല, ഞാൻ ചിലപ്പോ ഡയറക്ടർ ആയിരിക്കും. സിനിമയിലെ അവരൊക്കെ ഡയറക്ടർ ആയിരിക്കും ഞാൻ. 10 വർഷം കഴിഞ്ഞ് എന്താ നമുക്കൊരു ഐഡിയ ഇല്ല, ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. അത്ര നമ്മളത് കൂടുതൽ അതിനെപ്പറ്റി എന്താ അതിലിങ്ങനെ ഇത് ചെയ്ത് തൂങ്ങി പിടിച്ച് നടക്കാതിരുന്നാ മതി. ഏതായിരിക്കും ബ്രോ പ്രയോറിറ്റി കൊടുക്കണം, ഡയറക്ടറാണോ ആക്ടറാണോ? ഏത് എന്റെ ലൈഫ് ഒരു 10 വർഷം കഴിയുമ്പോൾ ആക്ടറായിട്ട് കാണാനായിരിക്കും ഡയറക്ടറായിട്ട്? രണ്ടും. പക്ഷെ എനിക്ക് ഡയറക്ഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യണം അത്. പക്ഷെ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് വരാത്തോണ്ട് ഞാൻ ചെയ്യാത്തത്. എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അതിനുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വരുന്ന ദിവസം ഞാൻ ഡയറക്റ്റ് ചെയ്യും. സ്റ്റോറിയൊക്കെ അതൊക്കെ ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യും. അല്ല എനിക്ക് ഒരുപാട് ഐഡിയാസ് നമുക്കുണ്ട്. അത് നമ്മള് അതെങ്ങനെ ഡെവലപ്പ് ആയിരുന്നു എന്നുള്ള ഒരു കഥ എനിക്ക് പറഞ്ഞിട്ട് നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ കഥ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പിന്നെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിനുള്ള കഥയാണെങ്കിൽ ഞാനത് ഷോർട്ട് ഫിലിം ആക്കും. വലിച്ചു അതെനിക്ക് താല്പര്യമില്ല, അങ്ങനെ വലിച്ചു നീട്ടണം. പക്ഷെ പിന്നെ ആദ്യത്തെ പടം വരുമ്പോ ആൾക്കാർ അതായിരിക്കും പറയാൻ പോണ അതൊരു ഷോർട്ട് ഫിലിം വലിച്ചു നീട്ടി കുറെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിലപ്പോ വരുമായിരിക്കാം. പക്ഷെ അത് പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ട് ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. ട്രൈ ചെയ്യാം, സക്സസ്ഫുൾ ആവില്ല എന്നുള്ളത് നമുക്ക് അതൊക്കെ പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല നമുക്ക്. അതിന്റെ പ്രൊമോഷൻ നമ്മൾ ചെയ്യും, നമ്മൾ വിളിക്കുന്നത്. അതെ PR നമ്മൾ അപ്പൊ അതിന്റെ അല്ലേ അതിന്റെ പ്രൊമോഷൻ അടുത്ത് നമുക്കല്ലേ. അതെ, എല്ലാവരും ഒരുമിച്ച് ഞാൻ എന്റെ സത്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ പോഡ്കാസ്റ്റിൽ വരണമെന്നുള്ള. ബ്രോ എന്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ പറഞ്ഞു. ഇല്ല കാര്യമായിട്ട് പറഞ്ഞ കാരണം നമ്മള് മറ്റേ കാർത്തിക് സൂര്യയുടെ വ്ളോഗ്സിൽ കണ്ടിട്ടാണ്. അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സ് അവരെ പോലെ തന്നെ നിങ്ങളെ ഫീൽ ചെയ്തു. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവന്മാരെ അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തായിരുന്നു ഞങ്ങളിങ്ങനെ നമ്മളിങ്ങനെ വെറുതെ വട്ടം കൊണ്ടിരുന്ന് സംസാരിക്കും രസ. അപ്പൊ ഇത് നമുക്കൊരു മൈക്ക് വെച്ചിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാശ് കിട്ടും, നമുക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്തിരിക്കുമ്പോഴാണ് ഇന്റർലക്സ് പോഡ്കാസ്റ്റ് അതിനിപ്പോ വേറെന്തോ വരുന്നില്ലേ പേര്. അപ്പൊ അത് നിങ്ങൾ തുടങ്ങണേ. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴേ ഇത് അവന്മാര് തുടങ്ങിയണ്ട, അവന്മാര് തുടങ്ങി ഇനി അവന്മാര് കാശുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അവന്മാര് തുടങ്ങി കാശുണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ പയ്യെ കാണാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് നിങ്ങളാ കർസൂരിയുടെ വ്ളോഗ്സിൽ വരുമ്പോഴും ഭയങ്കര അത് നിങ്ങൾ വരുമ്പോൾ ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കുമല്ലോ എപ്പോഴും. ഒരു ഫ്രണ്ട്സ് യൂണിയൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം. അത് വരുമ്പോ ഒരു ഭയങ്കര ഇതാ. കാരണം ഞാൻ ഈ അടുത്ത് മറ്റേ നിങ്ങൾ കല്യാണത്തിന് പോയില്ലേ, എന്റെ താഴെ കമന്റുകൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ കണ്ണു പറയണ്ട, ഉണ്ടായിരുന്നോ? അത് ആക്ച്വലി കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ആക്ച്വലി കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമായിട്ടുണ്ട്. അത് പല കാര്യങ്ങളും പലതൊക്കെ ഉണ്ടാവും, ലൈഫാണ്, അത് സംഭവിക്കുക അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടാവും. പക്ഷെ ആഫ്റ്റർ ഓൾ എല്ലാം ചിലപ്പോ ഒന്നിച്ചോ അങ്ങനെ വരട്ടെ, അത് കൊണ്ടുപോട്ടെ. എന്താ അതൊന്നും നിങ്ങളെ പേഴ്സണൽ കാര്യം അതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ കണ്ടിങ്ങനെ വന്ന് നിങ്ങളുടെ പിന്നെ ഞാൻ പറഞ്ഞില്ല ട്രാവലിലൊക്കെ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഇങ്ങനെ കേൾക്കുമായിരുന്നു. ഭയങ്കര രസമാണല്ലോ. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും, എല്ലാവരുമായിട്ട് കഥ പറഞ്ഞു പോകുന്ന പോലെ. അങ്ങനെ അതൊക്കെ കേൾക്കുമായിരുന്നു. ഏകദേശം എനിക്കൊന്നും എല്ലാ എപ്പിസോഡും ഞാൻ കേട്ടിട്ടുണ്ടാവും.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് പോഡ്കാസ്റ്റ് ചെയ്യില്ലേ? നമ്മള് ഗസ്റ്റിനെ കൊണ്ടുവരാണ്ട് നമ്മള് ആളിനെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് എടുക്കാറുണ്ട്. അത് ഉല്ലാസിനൊക്കെ ചെയ്തിട്ടില്ലേ? ഉല്ലാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ നമ്മളവരെയൊക്കെ ചൂഷണം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ വെച്ചിട്ട് അതായിരിക്കും കൂടുതൽ എന്റർടൈനിങ് ആയിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ കഥകളായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം. അപ്പൊ അങ്ങനെ കണ്ട് എന്റെ ആ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ സിനിമയിൽ എവിടെ കോച്ചിങ് പഠിക്കല്ലേ, IAS കോച്ചിങ് പഠിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇവന്മാരുടെ ഇതില് വിളിക്കുമായിരിക്കുമല്ലേ ഗസ്റ്റ് ഒക്കെ ആയിട്ട്. ഞാൻ മഞ്ഞുമല്ലിന്റെ സമയത്ത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അയ്യോ ബ്രോ, നമ്മളെ പ്രശ്നം എന്താ പറയുക, നമ്മൾ ആരെയും അങ്ങോട്ട് വിളിക്കൂല, ആരും റിപ്ലൈ പോഡ്കാസ്റ്റ് ഇല്ലായിരുന്നു. ഈവൻ പോഡ്കാസ്റ്റ് ഉള്ള സമയത്തും നമ്മൾ അങ്ങോട്ട് നമുക്ക് ആ ഒരു ഇത് വിളിച്ചാൽ വരുമോ, അല്ലെങ്കിൽ സിനിമ പ്രൊമോഷൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. പക്ഷെ അത് ബ്രോ പറഞ്ഞ ചിലപ്പം ഒരു ദിവസം 9 എണ്ണം 10 എണ്ണം ഒക്കെ ആയിരിക്കും. അപ്പൊ അതിൽ ഇതുപോലെ ഒരു കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ബ്രോ പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു പ്രോജക്ട് ലോകയാണ് ഭയങ്കര ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ ഇന്ത്യയിലല്ല, ഇന്ത്യയില് സൂപ്പർ ഹീറോ അല്ല, വേറെ എന്തോ ഒരു പടം വന്നിട്ടുണ്ട്, എവിടെ ഉണ്ട് മലയാളത്തില് ആദ്യത്തെ അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ചാപ്റ്ററിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് ചാപ്റ്റർ 1. കുറച്ച് തുപ്പാൻ പറ്റുമോ? സ്റ്റോറി മൊത്തം അറിയാലോ, അപ്പൊ എന്ത് തോന്നുന്നു ഇനി ചാപ്റ്ററുകൾ ഉണ്ടാവും. അത് ചാപ്റ്റർ 1 ഉണ്ട്. കുറച്ച് ഹൈപ്പ് ഉണ്ട്, അതായത് കുറെ പേര് ഇതില് ഗസ്റ്റ് ആയിട്ട് വരും എന്നുള്ള. ഹിന്ദിയിലെ സ്ത്രീ ആ ഒരു യൂണിവേഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇല്ല, പക്ഷെ അത് അതുപോലെ അല്ല. ഇന്ന് ഇറങ്ങിയ പാട്ടിന്റെ ലിറിക്സ് വായിച്ചു നോക്കിയാൽ അത് പാട്ടിൽ തന്നെ ലിറിക് ഉണ്ടല്ലോ, അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമായിരിക്കും എന്ത് സിനിമയാണെന്നുള്ളത്. ഡീകോഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഇതില് ഡീകോഡ് ആ പാട്ട് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മുക്സിം ബരാരി എഴുതിയേക്കണേ, മ്യൂസിക് എഴുതിയേക്കണം. അപ്പൊ മുരി പുള്ളി എഴുതിയേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് കണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ പടത്തിനെ പറ്റി ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോ എന്നെ യൂണിവേഴ്സിൽ ചാവുന്നില്ല, സൂപ്പർ ഹീറോയിലൊക്കെ ചിലപ്പോ ആൾക്കാർ എൻഡ് ആവുന്നില്ല. അങ്ങനെ അപ്പൊ എല്ലാരും പോയി കാണുക. ഓണം റിലീസ് ഓഗസ്റ്റ് 28. ഓക്കെ, ഈ മാസം ഓഗസ്റ്റ് അല്ലേ? അടുത്ത വ്യാഴാഴ്ച. 28. ഒരു കാര്യം കൂടെ ചോദിക്കാൻ വിട്ടുപോയി. അല്ല, ചോദിച്ചോ. നെപ്പോ കിഡ്സ്, നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. നെപ്പോ കിഡിന്റെ അതിപ്രസരം. മലയാള സിനിമയെ നെപ്പോ കിഡ്സിന്റെ അതിപ്രസരമാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പോഡ്കാസ്റ്റ് അല്ലേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിപ്രസരമാണോ? ചോദിച്ചാലേ ആണോ? അതാണ് നമ്മൾ പറഞ്ഞത്. ആണ്. അത് ആക്ച്വലി എനിക്കിവിടെ നിൽക്കുന്നതിൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളുണ്ട്. ഞാൻ കാരണം ഇപ്പൊ ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ അതിന്റെ പോസിറ്റീവ് സൈഡ്സ് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കത് അത്ര, ഇത് എന്റെ ലൈഫ് നോക്കും, എന്റെ ഒരു വ്യക്തിപരമായിട്ട് എനിക്കത് എന്താ ബെനിഫിറ്റാ. ആ പ്രിവിലേജുകളെല്ലാം എനിക്ക് ബെനിഫിറ്റാ. അപ്പൊ ഒരിക്കലും ഞാനത് സാക്രിഫൈസ് ചെയ്യില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഞാൻ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യില്ല. പ്രിവിലേജസ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. എനിക്ക് ഇത്രയും ആൾക്കാരെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് റെസ്പെക്ട് കിട്ടുന്ന എന്റെ അച്ഛനുണ്ടാക്കി റെസ്പെക്റ്റാ. അപ്പൊ അതൊരു പ്രിവിലേജാണ്. പക്ഷെ അതിൽ ഇതും കൂടിയല്ലേ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡറി. അത് നേരത്തെ അത് അങ്ങനെ ഉണ്ട്. പക്ഷെ അത് എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. എല്ലാവർക്കും ഇവനത് ഇത്ര പ്രഷർ ഇല്ലേ, അവസരം കിട്ടാൻ വരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണത്. അപ്പൊ ഇവന് അത്ര പ്രഷർ ഇല്ലേ എന്നൊക്കെ ഉള്ളതാ. പ്രഷറൊക്കെ സെക്കൻഡറി. ഫസ്റ്റ് എന്തായാലും എന്തൊക്കെ പറഞ്ഞാൽ അവസരമാണ് ഫസ്റ്റ്. അത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് കെട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ നിൽക്കുമ്പോ നമ്മളിങ്ങനെ തട്ടിമുട്ടി പോകുന്നതൊക്കെ ശരിക്കും അതൊരു പ്രിവിലേജിന്റെ പുറത്ത് ഞാനത് സമ്മതിക്കുന്നു. പ്രിവിലേജിന്റെ പുറത്ത് തന്നെയാണ്. പക്ഷെ അത് ഞാനെന്തങ്ങനെ ആ പ്രിവിലേജ് കളയാൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാർ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലൈക്കബിൾ ആയിട്ടുള്ള നമ്മളെ ഇടയിൽ ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ പുള്ളിയുടെ അതേ ഫേസ് കട്ട്, അതൊരു മാനറിസം ഉണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങൾ പറയുമ്പോൾ ചിരിച്ചിട്ട്. പക്ഷെ അത് ചിലപ്പോ അത് എന്താ
ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നും. എനിക്ക് ഫോഴ്സ്ഡ് ആയിട്ട് വരില്ല. എനിക്ക് അതായത് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ആഡ്സ് വരുന്നത് അച്ഛന്റെ പഴയകാല സിനിമകളുടെ ഡയലോഗുകൾ പറഞ്ഞിട്ടുള്ള ആഡുകളാ. ഞാൻ പറയുന്നത് എത്ര കോടി രൂപ വരാന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യൂല കേട്ടാ. ഭയങ്കര നാറ്റക്കേസ് ആയിരിക്കും കേട്ടാ. അത് പണിയാണ്. ഇപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റി നല്ല ആഡായിട്ട് വന്നാലും എനിക്കത് താല്പര്യമില്ല. എനിക്ക് അതിൽ പിടിച്ച് ഈ സിനിമയില് റെഫറൻസ് ഒക്കെ വരുമ്പോഴേ അതൊക്കെ ഞാൻ ചെയ്യില്ല. റെഫറൻസ് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് തോന്നുന്ന ഞാനായിട്ട് ഇടുന്ന റെഫറൻസ് ആണെങ്കിൽ, പക്ഷെ എനിക്ക് ചില സ്ക്രിപ്റ്റുകൾ നമ്മൾ വായിക്കുമ്പോ ഇതില് ക്യാരക്ടർ ഇങ്ങനെ കേട്ടോ, ഇതിന്റെ ക്യാരക്ടറിന്റെ പേര് ഇന്നതാണ്, ഇതിങ്ങനെ മറ്റേ പഴയ അച്ഛൻ്റെ മറ്റേ പരിപാടി വെച്ചിട്ട് എന്നൊക്കെ പറയുമ്പോ നമ്മൾ പറയും വേണമെന്നില്ല കേട്ടോ. അതില്ലാതെ അതില്ലാന്ന് പറയുമ്പോ ചിലപ്പോ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി അത് ഉണ്ടാക്കി എടുക്കണം. അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കണം. ചിലപ്പോ പറ്റുമായിരിക്കും, ചിലപ്പോ പറ്റില്ലായിരിക്കും. ഇവിടെ പറ്റില്ലെങ്കിൽ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകും, അവിടെ ഉണ്ടാക്കാൻ നോക്കും. അല്ല എനിക്ക് ആക്ച്വലി എന്റെ ലൈഫ് റഷ് സിനിമ കണ്ടിട്ടുള്ളത്. അതില് മറ്റേ നിക്കിലോടെ ഒക്കെ ഉള്ള നിക്കിലോട, പിന്നെ മറ്റുള്ള വരുന്നത് ജെയിംസൺ. ആ പുള്ളിനെ പറ്റി ക്ലൈമാക്സിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് അയാള് ആ റേസ് ജയിച്ചതിന് ശേഷം അയാളത് നിർത്തി പിന്നെ ജേർണലിസ്റ്റ് ആയിട്ട് പോയി. അയാള് ഒരു സ്ഥലത്തെത്തി, അയാൾക്ക് തോന്നി അയാൾ അതിൽ അടിപൊളിയാണ്, അയാൾ നമ്പർ 1 ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ അടുത്ത പരിപാടിയിലേക്ക് പോകും. അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ. അതേപോലെ എനിക്കത് ഞാൻ അങ്ങനത്തെ ഒരു ഇതുള്ള ആളാ. ഇത് ഞാനൊരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ എപ്പോഴും നിൽക്കണമെന്ന് എനിക്കതിൽ നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ അവിടെ നിന്ന് ചിലപ്പോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ എന്ത് നേടിയാവാൻ പോകുന്നത്, ഒരുപാട് സിനിമയില്ലേ, അത് ചെയ്താൽ പോരെ. ഇപ്പൊ എനിക്ക് ഇത്രയും ആൾക്കാരോട് ചിലപ്പോൾ ചിദംബരം, ഷൈജൂക്ക, ജിത്തു ചേട്ടൻ, വിവേക് ഹർഷൻ, സുഷിൻ, അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ ചിലപ്പോൾ എനിക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റുന്ന വരില്ല. ചിലപ്പോൾ ഇവർ ഒരുമിച്ചൊരു പടം ചെയ്യണമെന്ന് ഇനി നിർബന്ധമൊന്നുമില്ല. ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ചൊരു പടം ചെയ്യണമെന്ന്. ഇവരെല്ലാവരും വേറെ വേറെ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ വേറെ പടം ചെയ്യും. ഇവരൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു പടം ചെയ്യാൻ കിട്ടുന്നത് എനിക്കിപ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതെനിക്ക് എന്റെ മുമ്പിൽ ഒരു അവസരം അങ്ങനെ വന്നപ്പോ ഞാനത് ഗ്രാബ് ചെയ്തു. അങ്ങനെ എനിക്ക് അങ്ങനെ ജീവിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അല്ല, പക്ഷെ ഒരു എക്സെപ്ഷണൽ ആക്ടർ എന്നൊക്കെ രീതിയിലാണ് ഇപ്പൊ മമ്മൂക്കയൊക്കെ ആണെങ്കിൽ അത്രയും പാഷനേറ്റ് ആണ്. സിനിമ കിട്ടുക, തേടുക, അങ്ങനെ ഒരു പുള്ളിക്കുണ്ട് ഒരു ഭ്രാന്തും. അതേപോലെ KG ജോർജ് ആണെങ്കിൽ ഡയറക്ഷനിൽ അത്രയും ചെയ്യുന്ന ഓരോ പടങ്ങളും വെറൈറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ അന്നത്തെ കൺവെൻഷൻ രീതിയിലാകാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു പാഷനേറ്റ്. അത് ഏതിലെങ്കിലും കൂടുതലുണ്ടോ എന്നുള്ളത് ഞാൻ അങ്ങനെ ഭയങ്കര എല്ലാത്തിനോടും ഭയങ്കര പാഷനേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് എല്ലാത്തിനോടും പാഷനുണ്ട്. ഇന്നൊരു സംഭവം എന്നുള്ളൊരു, അതായത് ഇപ്പൊ ആക്ടിങ് മാത്രം, ഇപ്പൊ ഡയറക്ഷൻ മാത്രം, അതങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. എനിക്കെല്ലാം ഒന്ന് തൊട്ട് തലോടി പോവാന്നുള്ളൊരു, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ഭയങ്കര നല്ലവനൊന്നുമല്ല. അങ്ങനെയല്ല, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് അതൊക്കെ ഭയങ്കര അഹങ്കാരമായി പോകും. ജാക്ക് കണ്ട എന്താ ഓൾ ട്രേഡ്സ്, എല്ലാ ട്രേഡ്സിലും താല്പര്യമുള്ള സാധാരണ മനുഷ്യൻ. മറ്റേ മമ്മൂക്ക മറ്റേ ഇതിൽ പറയില്ല, തുറപ്പുകലാലെ പറഞ്ഞ ടീച്ചർ അതിൽ മുങ്ങിത്തപ്പിക്കോളൂ, ഞാനതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ടിട്ടോടെന്ന് പറയുന്ന പോലെ. അങ്ങനെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ഉണ്ടാവട്ടെ. ഞാൻ അതിലൊക്കെ തൊട്ടതിലൂടെ പോകുന്ന ഒരു സാധാരണ സിനിമയിൽ തന്നെ ഉറപ്പാണ് സിനിമയിലായിരിക്കും. എവിടെയൊക്കെ ആയിട്ടുണ്ടാവും. ഇവിടെ ചായ എടുക്കാനൊക്കെ ഇപ്പൊ ഉണ്ടാവും. ചിലപ്പോ ഒന്നും രക്ഷപ്പെട്ടില്ലെങ്കിൽ അവിടെ സിനിമ ഷൂട്ടിങ് കണ്ട് ചായ കൊണ്ട് തരും. ചിലപ്പോ ലൊക്കേഷനിലേക്ക് വരുമ്പോ പ്രൊമോഷനൊക്കെ വരുമ്പോ ചായ കൊണ്ട് തരുമെങ്കിൽ ചിലപ്പോ. എവിടെയാലും സിനിമയിലുണ്ടാവും ഞാൻ. അത് സിനിമേന്റെ ചോറ. അത് ഞാൻ ഉണ്ടിട്ടേ പോളും. എന്റെ അച്ഛനൊരു സിനിമ പറയുന്നുണ്ട്, അത് ഞാൻ ഉണ്ടിട്ടേ പോളൂ. അത് നമ്മൾ അങ്ങനെയാണ് സിനിമാക്കാര്. നെക്സ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ എന്തായാലും ഭയങ്കര വേറൊരു ലെവലാവട്ടെ. ഡയറക്ടോറിയൽ ഡെബ്യൂ ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കണം. നമ്മളെ വിളിക്കണം വെച്ചാൽ അഭിനയിക്കാനല്ല, മറ്റേ പ്രൊമോഷൻ. ഞാൻ കൊച്ചിയിലുണ്ടാവുന്നല്ലേ. പക്ഷെ സത്യം പറഞ്ഞാ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് വരുമെന്ന് പറഞ്ഞപ്പോഴേ. പക്ഷെ കുറെ നാളായല്ലോ. എനിക്ക് ചിലപ്പോ ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കുമോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഭയങ്കര കുറച്ചുകൂടെ അറിയാന്നുള്ളതുകൊണ്ട് നമുക്ക് സംസാരിച്ചിട്ടില്ല, അതിന് സംസാരിക്കണം. അല്ല, എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ബ്ലോക്കിംഗ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഞാൻ നമ്മളെ വണ്ടി കയറിയപ്പോ തൊട്ട് നമ്മൾ കംഫർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഭയങ്കരമായിട്ട് കംഫർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോയുടെ ഇത് കണ്ടിട്ട് വേണം ഇനി നമുക്ക് കൂടുതൽ അത് മാത്രമല്ല ബ്രോ, ഇനി ഇവിടെ നമ്മൾ പുതിയൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഗസ്റ്റുകള്
5 പേരെ സജസ്റ്റ് ചെയ്യണം നമുക്ക്, എന്നിട്ട് അവരുടെ വരാൻ നിർബന്ധിക്കണം. ഇനി അങ്ങനെയാണ് നമ്മൾ ഗസ്റ്റിനെ പിടിക്കുന്നത്. റഫറൽ മറ്റേ ഇതില്ലേ, മറ്റേ പണ്ടത്തെ പിരമിഡ് സ്കീം, ബ്രോ ഇനി 5 പേരെ നമുക്ക് തരണം. ഓക്കെ. പിന്നെ ഇനി അടുത്ത കുക്കിംഗ് ഉണ്ട് നമ്മള്. അത് കുക്കിംഗ് നമുക്ക് ഈ ഒരു ദിവസം സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് കുക്ക് ചെയ്ത് തരാമെന്ന്. പക്ഷേ സിനിമ നാളെ ഉള്ളത് കൊണ്ടും അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കുന്നില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം ഒരു ദിവസം ഞാനൊരു ദിവസം ഇതിനു വേണ്ടിട്ട് ഒരു റെസിപ്പി പഠിച്ചിട്ട് വരണം. റെസിപ്പി പാസ്തയൊക്കെ ഉണ്ടാക്കാം. നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. എന്റെ ഹോസ്റ്റൽ പാസ്ത ഉണ്ടോ? കെറ്റിലാണോ? കെറ്റിൽ റെഡി അങ്ങനെ എന്തെങ്കിലും പരിപാടി സ്കൂളിന്റെ പരിപാടി പിടിക്കാം. ബ്രോയ്ക്ക് മൊത്തത്തിൽ എങ്ങനെ തോന്നി? കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് വന്നിരിക്കാനായിട്ട്. താങ്ക് യു. നമ്മള് മറ്റേ രേഖാവർമ്മയുടെ ഇന്റർവ്യൂന്ന് ചിലരൊക്കെ പറയില്ലേ, സിനിമ രേഖാവർമ്മയുടെ ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ട് മറ്റേ ഹാപ്പിനെസ് പ്രൊജക്ട് അതൊക്കെ പറയുന്ന പോലെ അങ്ങനെ എനിക്ക് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഇതാ. ഇവിടെ വന്ന പോഡ്കാസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ്. അത് ഞാൻ ചെയ്തു, സക്സസ്ഫുൾ. രജനീകാന്തിനെ കണ്ടു, കമലഹാസനെ കണ്ടു, ഇന്റർനെറ്റ് പോഡ്കാസ്റ്റിന്റെ ഭാഗമാകാൻ പറ്റിയ ഞാൻ ലൈഫിൽ ഭയങ്കര സക്സസ്ഫുൾ ആണ്. ആക്ച്വലി ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആണ്. നമുക്ക് ഹാപ്പി രജനീകാന്ത്. അതായത് ഇതൊക്കെ ഇത്രയൊക്കെ നമ്മൾ ആഗ്രഹിച്ചൊക്കെ നേടുന്നതാണല്ലോ സക്സസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ എത്താന്ന് പറയുന്നല്ല. അയ്യോ മതി. നെക്സ്റ്റ് ടൈം ബ്രോ വരുമ്പോഴത്തേക്ക് നമ്മളുടെ സ്റ്റുഡിയോയിലായിരിക്കും, പുതിയൊരു സ്റ്റുഡിയോയിലായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ ബ്രോ ആ സമയത്തൊരു ഉന്നതങ്ങളിൽ എത്തി ആ സമയത്ത് നമ്മൾ കാണുന്നതായിരിക്കും. പക്ഷെ ഇന്നത്തെ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നന്ദുകൃഷ്ണന് താങ്ക്സ് ഫോർ ദിസ്. പെട്ടെന്ന് നമ്മൾ ഷോർട്ട് നോട്ടീസ് തന്നെ അവൻ നമുക്ക് സ്ഥലമൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് തന്നു. സോ താങ്ക് യു. ആരെങ്കിലും വരികയാണെങ്കിൽ നല്ല ഫുഡാണ്, ട്രൈ ചെയ്യാം. ഇത് മഞ്ഞ കളറിലെ വെള്ളം, ഇത് നല്ലതാണ്. ഇത് കുക്കുംബർ നല്ലതാണ്. അപ്പൊ ഇത് വരുന്നത് ഓപ്പോസിറ്റ് ആണ് ടെക്നോപാർക്ക്. ഇത്രയും കൊടുക്കണ്ട. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പോഡ്കാസ്റ്റ് ആയിരുന്നു ബ്രോ. അപ്പം താങ്ക്സ് ഫോർ കമ്മിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ലോക. നമ്മൾ എന്തായാലും ലോക പോയി കാണും. ഉറപ്പായിട്ടും റിവ്യൂ ചിലപ്പോ ചെയ്യും. എനിക്ക് ചിലപ്പോ കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് പറയാം, നിങ്ങൾ മോശം റിവ്യൂ ഇല്ലായിരിക്കും. ഇല്ല, നിങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് അങ്ങനത്തെ ഒരു മോശം റിവ്യൂ ഇടാൻ പറ്റുന്ന ഒരു പടമായിട്ട് തോന്നില്ല. അത് കോൺഫിഡന്റ് ആയിട്ട് പറയാം എനിക്ക്. അതുകൊണ്ട് റിവ്യൂ ഇടണേ. വളരെയധികം സന്തോഷം. താങ്ക്സ് ബ്രോ. അപ്പം ഇനി ഓഡിയൻസിന്റെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാണ് ക്യാമറ, അവിടെ നോക്കി എന്തെങ്കിലും മാസ് ഡയലോഗുകൾ ഉണ്ടെങ്കിൽ പറയാം. ഇല്ല മാസ് അത് ലോക കാണണമെന്ന് തന്നെ പറയാല്ലേ. ലോക നിങ്ങള് പോഡ്കാസ്റ്റ് ഇത്ര നേരത്തെ ഇത്ര മണിക്കൂറുകളുടെ പോഡ്കാസ്റ്റ് ഇരുന്ന് കണ്ടതിന് ഇത് കാണണമെങ്കിൽ എന്തായാലും ഇത്രയും കണ്ടിട്ടുണ്ടാവണല്ലോ. അപ്പൊ ഇത് കണ്ടതിന് വളരെയധികം നന്ദി. എന്നെ ഇത്ര നേരം സഹിച്ചിരുന്ന നിങ്ങൾക്കും നിങ്ങൾക്കെന്ന് പറഞ്ഞപ്പോ മറ്റേ ഓഡിയൻസ് ആയിരിക്കും. അപ്പൊ അതിന് നന്ദി ദാസിന്. പിന്നെ ബ്രോയുടെ അടുത്ത് ഭയങ്കര താങ്ക് യു ഉണ്ട് എന്ന് പറഞ്ഞാൽ നന്ദിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്ക്വിഡ് ഗെയിം ഒക്കെ ഇറങ്ങിയപ്പോഴു് ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞപ്പോഴേ നമ്മള് ഓൺ ദ സ്പോട്ട് ഷെയർ ചെയ്യണോ അപ്പൊ തന്നെ ഷെയർ ചെയ്ത് വിടാം. അല്ല എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം അപ്പൊ നമ്മൾ ഷെയർ ചെയ്തു. നമുക്ക് അങ്ങനെ ചിലൊരു അൽഗോരിതം നോക്കാം, മറ്റു നോക്കണം, അങ്ങനെയൊക്കെ കുറെ സാധനം ഉണ്ടല്ലോ. ഇൻസൈറ്റ്സ് എടുത്ത് നോക്ക്, മറ്റേത് ഡൗൺ ആയി പോന്നിട്ട് ഇന്റർനെറ്റ് പറയാം. ഇൻസ്റ്റാഗ്രാം നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും അത് കഴിഞ്ഞിട്ടല്ലേ ഇൻസ്റ്റാഗ്രാം ഒക്കെ വരുന്നത്. അല്ല അത് നോക്കി കഴിഞ്ഞാൽ അങ്ങ് നോക്കി പോകും. പിന്നെ അങ്ങ് സ്റ്റാർ മറ്റേ ഇതിലേക്ക് പോകും. അങ്ങനെ വന്നാൽ പിന്നെ ഇറങ്ങാൻ ഭയങ്കര പാടാ. നമുക്ക് കയറാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ എല്ലാവരും ഇത്രയും കണ്ടിരുന്നതിനും സഹിച്ചതിനൊക്കെ നന്ദി. അപ്പൊ നിങ്ങളെല്ലാവരും ലോക 28-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. ഇപ്പൊ ഓണത്തിന് എല്ലാവരും ലോകയോടൊപ്പം ലോക ഓണം ഓൾ സ്കൂൾ പോഡ്കാസ്റ്റിന്റെ ഭാഗം കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. താങ്ക് യു ബ്രോ ഫോർ കമ്മിങ്. ഓക്കെ, താങ്ക് യു.